ഡെവലപ്മെന്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എന്താണ് മെയിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. യെസ്, ഇനി ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. കാരണം ഇതില് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ താഴെ ഞാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കേണ്ട കോൺസെപ്റ്റുകളല്ല കൂടുതലുള്ളത്. കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണ്. എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാലോ. പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഞാൻ പറഞ്ഞു തരേണ്ട കോൺസെപ്റ്റിനേക്കാളും കൂടുതൽ നിങ്ങളിപ്പോ ഇതിപ്പോ ക്രാഷ് ആയതുകൊണ്ടാണ് നിങ്ങൾ വായിച്ച് പഠിക്കേണ്ട, ബൈ ഹാർട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ നോക്കണം എന്ന് വായിക്കുമ്പോൾ. അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇതിൽ പഠിക്കുമ്പോൾ തുടക്കം തന്നെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, അതായത് പ്ലാന്റിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന ഇൻട്രിൻസിക് ഫാക്ടർ ഉണ്ട്, എക്സ്ട്രിൻസിക് ഫാക്ടർ ഉണ്ട്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലാന്റിന്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ്, അതാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ. ഇനി പുറത്തുനിന്ന് വരുന്ന ഫാക്ടേഴ്സ് ആണ് ലൈറ്റ്, ടെമ്പറേച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ഫൈറ്റോ ഹോർമോൺസ് എന്നും പ്ലാന്റ് ഹോർമോൺസ് എന്നും ഒക്കെ ഇവരെ വേറെയും ലിറ്ററേച്ചർ യൂസ് ചെയ്യുന്നുണ്ട് വേർഡ്സ്. ഈ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നുള്ളതിന് ഫൈറ്റോ ഹോർമോൺസ്, പ്ലാന്റ് ഹോർമോൺസ് എന്നൊക്കെ പറയും. 5 കാറ്റഗറി ഓഫ് ഹോർമോൺസ് ആണ് പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്. ഇതില് എന്താണ് ഇവരുടെ ഡിസ്കവറിനെ കുറിച്ച് പറയുന്നുണ്ട് ഇനീഷ്യലി. അതായത് എല്ലാത്തിന്റെയും ഡിസ്കവറി ആക്സിഡന്റൽ ആണ്. അതിൽ ഓക്സിന്റെ കാര്യം പറയുന്നുണ്ട്. ചാൾസ് ഡാർവിന്റെ ഒരു എക്സ്പെരിമെന്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഓക്സിന്റെ കേസ് പറയുന്നുണ്ട്. അതുപോലെ ജിബർലിൻ, ഒരു റൈസ് സീഡ്ലിങ്സിൽ വരുന്ന ഒരു ഡിസീസ്, അതിന്റെ സ്റ്റഡി നടന്നപ്പോഴാണ് ജിബർലിക് ആസിഡിന്റെ ഡിസ്കവറി വരുന്നത്. അത് കഴിഞ്ഞ് സൈറ്റോകൈനിന്റെ ഡിസ്കവറി, ദെൻ റൈപ്പനിങ് ഫ്രൂട്ട്സിൽ നിന്ന് വന്ന ഒരു വോളറ്റൈൽ ഗ്യാസ്, ഗേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോർമോൺ എത്തിലിൻ കണ്ടുപിടിച്ചതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അബ്സിസിക് ആസിഡിന്റെയും ഒരു ഡിസ്കവറി അവർ പറയുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന ഫൈറ്റോ ഹോർമോൺസ് എല്ലാം ഏത് കെമിക്കലിന്റെ ഡെറിവേറ്റീവ്സ് ആണെന്ന് പറയുന്നുണ്ട്. മാച്ച് ദ ഫോളോയിങ് കേട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഫൈറ്റോ ഹോർമോൺസ് അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സിമ്പിൾ സ്മോൾ മോളിക്യൂൾസ് ആണ്, ഡൈവേഴ്സ് കെമിക്കൽ കോമ്പോസിഷൻ ആണ്. അത് ഓക്സിൻ എന്ന് പറയുന്നതില് ഒരു ഓക്സിൻ എക്സാമ്പിൾ ആണ് ഇൻഡോൾ അസിറ്റിക് ആസിഡ്, IAA എന്ന് പറയുന്ന ഒരു ഓക്സിൻ ആണ്. അപ്പൊ അത് പേര് തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്സിൻ എന്ന് പറയുന്നത് കൂടുതലും ഇൻഡോൾ എന്ന് പറയുന്ന ഒരു കെമിക്കലിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നതാണ്. അതിൽ മോഡിഫിക്കേഷൻ നടന്നിട്ടാണ് ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ടാകുന്നത്. അതുപോലെ കൈനറ്റിൻ എന്ന് പറയുന്ന ഒരു സൈറ്റോകൈനിൽ വരുന്ന ഇതാണ്. സൈറ്റോകൈനിൻ ആണ് കൈനറ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടറിയാം. N6 ഫുറൈൽ അമിനോ പ്യൂരിൻ നിങ്ങൾ ന്യൂക്ലിയോടൈഡ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അഡിനിൻ ഡെറിവേറ്റീവ് ആയിട്ടാണ് സൈറ്റോകൈനിൻസിനെ കാണാറ്. അതായത് അഡിനിൻ എന്ന് പറയുന്നതിന്റെ പല വെറൈറ്റീസ് എന്നുള്ള രീതിയിൽ. ഇനി അബ്സിസിക് ആസിഡ് ഷോർട്ട് ഫോം ആയിട്ട് ABA എന്ന് എഴുതും. കരോട്ടിനോയിഡ്സിന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് കാണാറ്. ജിബർലിക് ആസിഡ്, ജിബർലിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിൽ GA1, GA2, GA3 അങ്ങനെ പല 100ഓളം ഇതുണ്ട്. അതിൽ GA3 എന്ന് പറയുന്നതാണ് സ്പെസിഫിക്കലി ജിബർലിക് ആസിഡ് എന്ന് പറയുന്നത്. അത് ടെർപ്പീന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ ഗ്യാഷ്യസ് ആയിട്ട് വരുന്ന ആളാണ് എത്തിലിൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിന്റെ ഡിസ്കവറി പറയുന്നുണ്ട്. ഇനി ഓരോ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററും ഏത് കെമിക്കൽ ഡെറിവേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ഇൻഡോളിന്റെ ഡെറിവേറ്റീവ് ആണ് ഓക്സിൻ, അഡിനിൻ ഡെറിവേറ്റീവ് ആയിട്ടാണ് സൈറ്റോകൈനെ പറയുന്നത്, കരോട്ടിനോയിഡിന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് അബ്സിസിക് ആസിഡിനെ പറയുന്നത്, ടെർപ്പിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് ജിബർലിക് ആസിഡ്, ആൻഡ് ഗേഷ്യസ് ആയിട്ട് വരുന്നത് എത്തിലിൻ. ഇതിലെ ഓക്സിൻ പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് IAA പഠിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് 2 കാറ്റഗറിയാണ്. പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്നവരുണ്ട്, ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റി ഉള്ളവരുണ്ട്. ഇതിൽ 3 പേര് ഓക്സിൻ, സൈറ്റോകൈനിൻ, ജിബർലിൻ, ACG എന്ന് പറയുന്ന 3 പേര് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റിയിലാണെങ്കിൽ അബ്സിസിക് ആസിഡ് കൂടുതലും ഇൻഹിബിറ്ററി ആണ്. കൂടുതലും നല്ല, അദ്ദേഹം ഒരു ഇൻഹിബിറ്ററി ആണ്. സ്ട്രെസ് ഹോർമോൺ ആണ് ABA എന്ന് പറയുന്നത്. അതായത് പ്ലാന്റിന് ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രെസ് വരുമ്പോൾ ആ സമയത്ത് പ്രൊഡ്യൂസ്ഡ് ആകുന്നതാണ് ABA എന്ന് പറയുന്ന ഹോർമോൺ. എത്തിലിൻ എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ടിംഗും ഉണ്ട്, ഇൻഹിബിറ്റിംഗും ഉണ്ട്. പക്ഷെ കൂടുതലും ആള് ഇൻഹിബിറ്ററി ആണ്. അതാണ് താഴെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എത്തിലിൻ could fit either of the groups, but it is largely an inhibitor of growth activities. ഇനി അടുത്തത് ഓക്സിന്റെ ഫംഗ്ഷൻ. ഒരു കൾച്ചറിൽ ഇപ്പൊ നമ്മളൊരു ഒരു പ്ലാന്റ് പാർട്ട് ലബോറട്ടറിയിൽ കൾച്ചർ ചെയ്യുമ്പോൾ
അതിൽ റൂട്ട് വരണമെങ്കിൽ വേര് വരണമെങ്കിൽ നമ്മൾ ഓക്സിൻ ഇട്ട് കൊടുക്കും. അപ്പൊ ഓക്സിൻ എന്ന് പറയുന്നത് റൂട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. റൂട്ടിങ്ങിന് ഓക്സിൻ നോക്കിയ ഷൂട്ടിംഗ് ആയിരിക്കും അല്ല, ഓക്സിൻ റൂട്ടിംഗ് ആണെങ്കിൽ ഇനീഷ്യേറ്റ് റൂട്ടിംഗ് ആണെങ്കിൽ സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഷൂട്ട് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അതുപോലെ ജിബറിൽ എന്ന് പറയുന്നത് ഈ സ്റ്റെമ്മിന്റെ ഒക്കെ ലെങ്ത് കൂടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കി നോക്കുക. ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റോക്ക്, അതുപോലെ ഫ്രൂട്ട്സിനെ ലോങ്ങേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. മാൾട്ടിംഗ് പ്രോസസ്, വോൾട്ടിംഗ് പ്രോസസ്, ഇതൊന്നും എന്താന്നല്ല നിങ്ങളോട് ചോദിക്കാൻ പോകുന്നുണ്ടാവും അവര്. കൂടുതലും അവർ ചോദിക്കുന്നത് ഇതിലൊക്കെ വരുന്ന ഹോർമോൺസ് ഏതാണെന്നാണ് ചോദിക്കുക. മാൾട്ടിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രൂവിംഗ് ഇൻഡസ്ട്രിയില്, ഓക്കെ, ഈ നമ്മൾ ആൽക്കഹോൾ പ്രൊഡക്ഷൻ ഒക്കെ പറയില്ലേ, ബ്രൂവിംഗ് ഇൻഡസ്ട്രിയില് ഈ ഗ്രെയിൻസിനെ സ്പ്രൗട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്, അതിനെയാണ് മാൾട്ടിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അതിലൊക്കെ യൂസ് ചെയ്താണ് ഇത്. അതുപോലെ നോക്കാം, ഷുഗർ കെയിന്റെ സ്റ്റെമ്മിന്റെ ലെങ്ത് കൂട്ടുക. ഷുഗർ കെയിൻ നമുക്കറിയാം അതിന്റെ സ്റ്റെമ്മിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിന്റെ സ്റ്റെമ്മിന്റെ ലെങ്ത് കൂടുവാണെങ്കിൽ നമുക്ക് ഷുഗർ കൂടുതൽ കിട്ടും, ഈൽഡ് കൂടും. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ വായിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ ഫോർ യു. ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. അതിനുശേഷം എന്താണ്, ഒരു മിനിറ്റ്. എത്തിലിൻ ഈസ് യൂസ്ഡ് ഫോർ, എത്തിലിൻ എന്ന് പറയുന്നത് റൈപ്പനിങ്ങിൽ കാണുന്ന ഒരു ഹോർമോൺ ആണ്. റൈപ്പനിങ്, പഴുക്കുന്ന സമയല്ലേ, ആ സമയത്ത് കാണുന്ന ഹോർമോൺ ആണ് എത്തിലിൻ എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു കാര്യവും ഇതുവരെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ എത്തിലിൻ എന്ന് നോക്കാം. എത്തിലിന്റെ ഡിസ്കവറിയിൽ അവർ പറയുന്നുണ്ടാവും റൈപ്പൻഡ് ആയിട്ടുള്ള ഒരു ഇതിനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഫ്രൂട്ട് റൈപ്പനിങ്ങിൽ. കണ്ടോ, ഫ്രൂട്ട് റൈപ്പനിങ്ങിൽ വേണ്ട ഒരാളാണ് എത്തിലിൻ. ഇനി ഇതിന് ആൻസർ ഒന്ന് പറഞ്ഞേ. എത്തിലിൻ ഈസ് യൂസ്ഡ് ഫോർ റിട്ടാർഡിങ് ദ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. റിട്ടാർഡ് ചെയ്യാനാണോ നമുക്ക് വേണ്ടി വരിക എത്തിലിൻ? നോ. സ്ലോയിങ് ഡൗൺ ഓഫ് റൈപ്പനിങ് ഓഫ് ആപ്പിൾസ്? നോ. ഹേസനിങ് ദ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്, റൈപ്പനിങ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എത്തിലിൻ യൂസ് ചെയ്യാവുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. ആ ആപ്പിളിന്റെ കാര്യവും ഞാൻ കാണിച്ചു തരാം, അതും ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. അത് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഇതിൽ കൊടുത്തിട്ടില്ല. ആക്ച്വലി എത്തിലിനെ സപ്ലൈ ചെയ്യുന്നത് എത്തഫോൺ എന്ന് പറയുന്ന ഒരു കെമിക്കലിന്റെ ഫോമിലാണെന്ന് പറയുന്നുണ്ട്. The most widely used compound as a source of ethylene is ethaphone. ആ എത്തഫോണിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അവർ ഈ പറയുന്ന ആപ്പിളിന്റെ കേസ് ഒക്കെ പറയുന്നുണ്ട്. ഇൻ ഷോർട്ട്, റൈപ്പനിങ് ആണ് എത്തിലിങ്ങിന്റെ കാര്യത്തിൽ പറയുന്നത്. റൈപ്പനിങ് കണ്ടോ, റിട്ടാർഡ് ചെയ്യാനോ സ്ലോ ഡൗൺ ചെയ്യാനോ ഒന്നും അല്ല എത്തിലിൻ വേണ്ടത്. റൈപ്പനിങ്ങിന് വേണ്ട ഒരാളാണ് എത്തിലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കോക്കനട്ട് മിൽക്ക് കണ്ടെയ്ൻസ്, ഈ കോക്കനട്ട് മിൽക്കിന്റെ കാര്യമൊക്കെ സൈറ്റോകൈനിന്റെ ഡിസ്കവറിയുടെ സ്ഥലത്ത് പറയുന്നുണ്ട്. സൈറ്റോകൈനിന്റെ ഡിസ്കവറിയുടെ സ്ഥലത്ത് പറയുന്നതാണ് കോക്കനട്ട് മിൽക്ക്. സി എന്ന് ഓർത്തു വെച്ചാലും മതി. സൈറ്റോകൈനാണ്. ഇതും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. കോക്കനട്ട് മിൽക്കിൽ കാണുന്നത് ഏത് ഹോർമോൺ ആണെന്നുള്ളത് സൈറ്റോകൈനാണ്. ഇനി ഇത് എഫക്ട് ഓഫ് എപ്പിക്കൽ ഡോമിനൻസ് ക്യാൻ ബി ഓവർകം ബൈ. ആദ്യം അറിയണം എന്താണ് എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസ്, ഒരാൾ ഡോമിനേറ്റ് ചെയ്യാണ്. ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? അപ്പിക്കൽ ബഡ് ഡോമിനേറ്റ് ചെയ്യും. ആര് ഡോമിനേറ്റ് ചെയ്യും? ലാറ്ററൽ ബഡിനെ. ഈ ഡയഗ്രം നോക്കാം. ഈ ഡയഗ്രത്തില് എപ്പിക്കൽ ബഡ് ഇതേ നമുക്ക് കാണാം. ഇതിന്റെ ഒരു എൻലാർജ്ഡ് വേർഷൻ ആണ് ദാ ഈ കാണുന്നത്. എപ്പിക്കൽ ബഡ്, ബഡ് എന്ന് പറയുന്നത് ഫർദർ ഗ്രോത്ത് പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ബഡ് എന്ന് പറയുന്നത്. ലീഫ് ആയിട്ടോ ബ്രാഞ്ച് ആയിട്ടോ ഒക്കെ മാറുന്നത്. എപ്പിക്കൽ ബഡ് ഇൻടാക്ട് ആണെങ്കിൽ, അതായത് ഒരു കുഴപ്പമില്ലാണ്ട് എപ്പിക്കൽ ബഡ് ഉണ്ടെങ്കിൽ അത് ലാറ്ററൽ ബഡിനെ ഡോമിനേറ്റ് ചെയ്യും. ലാറ്ററൽ ബഡിനെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പിക്കൽ ബഡ് ഉണ്ടെങ്കിൽ ലാറ്ററൽ ബഡ് ഗ്രോ ചെയ്യില്ല. അപ്പിക്കൽ ബഡിനെ റിമൂവ് ചെയ്യുവാണെങ്കിൽ, ഈ ഡയഗ്രത്തിൽ ആ അപ്പിക്കൽ ബഡിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സി, അപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്തു. രണ്ടാമത്തേല് അപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്തപ്പോ സൈഡിൽ നിന്നും ബ്രാഞ്ച് വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, സൈഡിൽ നിന്ന് വരുന്ന കണ്ടോ? സൈഡിൽ നിന്ന് വരാൻ കാരണം ലാറ്ററൽ ബഡ് ഗ്രോ ചെയ്തു. അപ്പിക്കൽ ബഡ് ഉണ്ടെങ്കിൽ ലാറ്ററൽ ബഡിന്റെ ഗ്രോത്തിനെ അത് ഡോമിനേറ്റ് ചെയ്യും. അതാണ് അപ്പിക്കൽ ഡോമിനൻസ്. അപ്പിക്കൽ ബഡിനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ലാറ്ററൽ ബഡ് ഗ്രോ ചെയ്യും. ഇതാണ് നമ്മൾ ടീ പ്ലാന്റേഷനിലൊക്കെ ചെയ്യുന്നത്. തേയിലത്തോട്ടത്തിലൊക്കെ എന്താ പറയാ, ടിപ്പ് പൊട്ടിക്കല്ലേ ചെയ്യാം. ഇപ്പൊ ടിപ്പ് കളയുമ്പോൾ, അപ്പിക്കൽ ബഡ് കളയുമ്പോൾ ലാറ്ററൽ ബഡ് ഗ്രോ ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അപ്പിക്കൽ ഡോമിനൻസിനെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ സൈറ്റോകൈനാണ്. ഇതും ടെക്സ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ.
ഞാൻ ഇവിടെയും എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് ആണ് ഷോർട്ട് ആക്കി എഴുതിയിരിക്കുന്നത്. ഹെൽപ്പ് ഓവർകം എപ്പിക്കൽ ഡോമിനൻസ് സൈറ്റോകൈനിൻ. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? ഗ്രോത്ത് ക്യാൻ ബി മെഷർഡ് ഇൻ വേരിയസ് വിച്ച് ഓഫ് ദീസ് ക്യാൻ ബി യൂസ്ഡ് ആസ് പാരാമീറ്റേഴ്സ് ടു മെഷർ ഗ്രോത്ത്. നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? സെൽ നമ്പർ കൂടിയാലും, സെൽ സൈസ് കൂടിയാലും, ഫ്രഷ് വെയിറ്റ് കൂടിയാലും, ഡ്രൈ വെയിറ്റ് കൂടിയാലും, ലെങ്ത് കൂടിയാലും, ഏരിയ കൂടിയാലും എല്ലാം എന്താണ്? ഗ്രോത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓൾ ദി അബവ്. പ്ലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എൻവയോൺമെന്റിനനുസരിച്ചിട്ട് ചേഞ്ചസ് കാണിക്കുക, അല്ലെങ്കിൽ ഗ്രോത്ത് ഫേസിനനുസരിച്ച് ചേഞ്ച് കാണിക്കുക. നമ്മൾ ഹെറ്ററോഫില്ലി പറഞ്ഞിരുന്നു, പലതരത്തിലുള്ള ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏതായിരിക്കും എക്സാമ്പിൾ ആയിട്ട് വരാൻ പോകുന്നത്? പ്ലാന്റ് ഡെവലപ്മെന്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ എൻവയോൺമെന്റ്. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇനീഷ്യലി കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്. ABA ആക്ട് ആന്റഗോണിസ്റ്റിക് ടു. ABA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സിസിക് ആസിഡ് ആണ്. അത് ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആർക്കാണെന്ന്? ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആക്ഷൻ. ടെക്സ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ജിബർലിക് ആസിഡ്. ജിബർലിക് ആസിഡ് നല്ല രീതിയിൽ എന്താണ്? ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യാൻ പോകുന്ന ആളാണ് അബ്സിസിക് ആസിഡ്. സോ ടെക്സ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ABA ആക്ട് ആസ് ആന്റഗോണിസ്റ്റിക്. ആന്റഗോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ആർക്ക്? ജിബർലിക് ആസിഡിന്. In tissue culture experiments, leaf mesophyll cells are put in culture medium to form callus. This phenomena may be called as. Leaf mesophyll cells എന്താണെന്ന് അറിയണം. ലീഫിൽ കാണുന്ന മീസോഫിൽ സെൽസ് നോർമലി പെർമനന്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. പെർമനന്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. പെർമനന്റ് ആയിട്ടുള്ള ആളാണ് ലീഫ് മീസോഫിൽ സെൽസ്. ഇവര് കാലസ് ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. കാലസ്, ഇവര് കാലസ് ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഈ കാലസ് എന്താണ്? നിങ്ങളുടെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ ഡിസ്കവറി പറയുന്നിടത്ത് പറയുന്നുണ്ട്. ടെക്സ്റ്റ് വായിക്കുമ്പോൾ നോക്കിയാൽ മതി. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ ഡിസ്കവറി പറയുന്നുണ്ട്. അതിൽ സൈറ്റോകൈനിന്റെ ഭാഗം നോക്കാം. കാലസ് എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്നുണ്ടാവും. കാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെൽ മാസ് ആണ്. അൺഡിഫറൻഷിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലസ് ഒരു എന്താ പറയാ, ഈ വൂണ്ട് ഉള്ളവർക്കൊക്കെ ഫോം ചെയ്യുന്ന പോലത്തെ. ഡിഫറൻഷിയേറ്റഡ് അല്ല, അൺഡിഫറൻഷിയേറ്റഡ് ആണ്. അപ്പൊ ഇനി ഞാൻ ക്ലൂ തന്നു. പെർമനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. പെർമനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. എന്നിട്ട് അത് ഫോം ചെയ്യാൻ പോകുന്നത് എന്താ? അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഫോം ചെയ്യാൻ പോകുന്നത്. ഈ പ്രോസസ്സിന് ഡിഫറൻസിയേഷൻ ആണോ, ഡി ഡിഫറൻസിയേഷൻ ആണോ, റീഡിഫറൻസിയേഷൻ ആണോ പറയാ? എന്താ പറയാ? ഇത് കഴിഞ്ഞ പോലത്തെ ക്വസ്റ്റ്യനോ? ആൻസർ എന്തായിരിക്കും? ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒരു മെരിസ്റ്റം അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ആട് ഡിഫറൻഷിയേറ്റഡ് ആയി പെർമനന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ഡിഫറൻസിയേഷൻ. പെർമനന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാള് വീണ്ടും മെരിസ്റ്റം മോഡിലോട്ട് അല്ലെങ്കിൽ അൺഡിഫറൻഷിയേറ്റഡ് ഫോമിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയാ? ഡി ഡിഫറൻസിയേഷൻ അല്ലേ പറയാ? ഡിഫറൻസിയേഷന്റെ റിവേഴ്സൽ അല്ലേ നടക്കുന്നത്? സോ ആൻസർ ഏതായിരിക്കും വരിക? പറ. What will be the answer? പറയൂ. പെർമനന്റ് ഒരാള് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരാള് വീണ്ടും അൺഡിഫറൻഷിയേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. So what is the reaction? I mean, what is the process happening here? What is it? It's de-differentiation. De-differentiation, first answer. Okay. Which one of the following plants does not show plasticity? See, കഴിഞ്ഞ കൊല്ലം ചോദിച്ചത് പ്ലാസ്റ്റിസിറ്റി എന്താണ്. അതിന്റെ മുന്നത്തെ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പ്ലാസ്റ്റിസിറ്റി കാണിക്കാത്ത ആളാരാന്ന്. നിങ്ങൾക്ക് 4 എക്സാമ്പിൾ ആണ് പ്ലാസ്റ്റിസിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. കൊറിയാണ്ടർ, കോട്ടൺ, ലക്സ്ഫോർ. ഈ 3 ആൾക്കാരും ഗ്രോത്ത് ഫേസിനനുസരിച്ചിട്ട് എന്താണ് പ്ലാസ്റ്റിസിറ്റി കാണിക്കണമെന്നായിരുന്നു. ഗ്രോത്ത് ഫേസിനനുസരിച്ചിട്ട് കണ്ടോ. ബട്ടർ കപ്പ് എൻവയോൺമെന്റിനനുസരിച്ചിട്ടായിരുന്നു ഹെട്രോഫിലി. ഇത് രണ്ടും പ്ലാസ്റ്റിസിറ്റിക്ക് എക്സാമ്പിൾ ആയിരുന്നു. സോ ഇനി ഇതിൽ വരാത്ത ആളാരാപ്പോ?
ഞാനിപ്പോ ഏത് ക്വസ്റ്റിനാ വായിച്ചത്? ഓ ഇതാണോ വായിച്ചത്? സോറി, തെറ്റിപ്പോയി, ക്വസ്റ്റ്യൻ വായിച്ചത് തെറ്റിപ്പോയി. സോ മെയ്സ് ആൻസർ വരാൻ പോകുന്നത് മെയ്സ്. ബാക്കിയെല്ലാം പ്ലാസ്റ്റിസിറ്റിയിലെ എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ ഫ്രീക്വന്റ് ആയിട്ട് പല വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സ്പ്രേയിങ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈറ്റോ ഹോർമോൺ ഓൺ ജുവനൈൽ കോണിഫേഴ്സ് ഹെൽപ്പ് ഹേസണിംഗ് ദ മെച്യൂരിറ്റി പീരീഡ് ദാറ്റ് ലീഡ്സ് ടു ഏർലി പ്രൊഡക്ഷൻ. കോണിഫേഴ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പിലോട്ട് ജുവനൈൽ ചെറിയ കോണിഫേഴ്സിലോട്ട് ഒരു ഹോർമോൺ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ മെച്യൂരിറ്റി പെട്ടെന്നാവും, പെട്ടെന്ന് അത് സീഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഏത് ആസിഡ് ഫൈറ്റോ ഹോർമോൺ ആണെന്ന് ചോദിക്കേണ്ടത്. ഇറ്റ്സ് നത്തിങ് ബട്ട് ജിബർലിക് ആസിഡ്. ഇത് പല വർഷങ്ങളായിട്ടുള്ള ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പൊ ലാസ്റ്റ് മൊമെന്റ് ആയതുകൊണ്ടാണ്. എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഇനിയും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കരുത്. ജുവനൈൽ കോണിഫേഴ്സിൽ ഒരു ഹോർമോൺ അപ്ലൈ ചെയ്യുന്നു, അതിന്റെ മെച്യൂരിറ്റി പീരീഡ് പെട്ടെന്നാവുന്നു, പെട്ടെന്ന് അത് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിബർലിക് ആസിഡ് ആണ്. സി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഷുഗർ കെയിന്റെ അടിക്കുന്നത്, കോണിഫേഴ്സിന് അടിക്കുന്നത്, മാൽട്ടിംഗ് പ്രോസസ്സ്, ബോൾട്ടിംഗ് പ്രോസസ്സ്, ഇങ്ങനെയൊക്കെ പറയുന്നത് ജിബർലിക് ആസിഡ് ആണ്. ഇനി ഇന്റർനോഡ് ഓർ പെറ്റ്യൂൾ ഇലോങ്ങേഷൻ ഇൻ ഡീപ് വാട്ടർ റൈസ് പ്ലാന്റ്സ്. ഈ വാട്ടർ റൈസ് പ്ലാന്റ്സ് ഉണ്ട്, വെള്ളത്തിൽ നിൽക്കുന്നത്, അതിന്റെ സ്റ്റെമ്മിന്റെ വലിപ്പം കൂട്ടി വെള്ളത്തിന്റെ പുറത്തേക്ക് അതിനെ നിർത്തിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഇത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുള്ളത്. ഈ ഇന്റർനോഡ് ഇലോങ്ങേഷൻ കാണുമ്പോൾ ഞാൻ പറഞ്ഞു കൂടുതലും ജിബർലിക് ആസിഡ് ആണെന്ന്. പക്ഷെ ദിസ് പർട്ടിക്കുലർ തിങ് ഇസ് എത്തിലിൻ. ഇത് എത്തിലിന്റെ ഫംഗ്ഷൻ ആണ്. ടെക്സ്റ്റിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ 7th പോയിന്റ് നോക്കാം. It promote rapid internode petiole elongation in deep water rice plants, help leaves and upper parts of the shoot to remain above water. വെള്ളത്തിന്റെ മുകളിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യും. എത്തിലിൻ ആണ്. അടുത്തത് production of cucumber has increased manifold in recent years. Application of which of the following phytohormone has resulted in increased yield as the hormone is produce female flowers in cucumber plants. Cucumberla female flowers produce ചെയ്യാനുള്ള ഹോർമോൺ ഏതാന്ന് ചോദിക്കുന്നത്. Again it is ethylene. ദാ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. 11ാമത്തെ പോയിന്റ് നോക്കാം. 11th പോയിന്റ് പ്രൊമോട്ട് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ ക്യൂക്കംബേഴ്സ്. ഓക്കെ, ഇതേപോലെ പൈനാപ്പിളിലും ഫ്ലവർ ചെയ്യുന്നുണ്ട്. സി ഇനി എത്തിലിൻ പൈനാപ്പിളിലും ഫ്ലവറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പൈനാപ്പിളില് ഫ്ലവറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരാളും കൂടി ഉണ്ട്, ഓക്സിൻ. സി പ്രൊമോട്ട് ഫ്ലവറിങ് ഇൻ ഓക്സിൻ. ഇതും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പഴയ വർഷങ്ങളില്. ഓക്കെ, then gaseous plant regulator എന്ന് പറഞ്ഞാൽ എത്തിലിൻ ആണ്. ഇത് ഞാൻ ബിയും സിയും ആരാന്ന് പറഞ്ഞുതരാം. എപ്പിക്കൽ ഡോമിനൻസിനെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആള് സൈറ്റോകൈൻ ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. വീഡിസൈഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫീൽഡില് ഡൈക്കോട്ട് വീഡ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് 2,4-D എന്ന് പറയുന്ന ഒരു വീഡിസൈഡ് ആണ്. ആൻഡ് 2,4-D ഇസ് ആക്ച്വലി എ സിന്തറ്റിക് ഓക്സിൻ. ഇത് ഓക്സിൻ ആണ്. ഇവിടെ എത്തിലിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. റൂട്ട് ഗ്രോത്ത്, റൂട്ട് ഹെയർ ഫോർമേഷൻ ഒക്കെ ഗ്രോ ചെയ്യിപ്പിക്കുന്നത്. ദാ ഷുഗർ കെയിനിൽ സ്പ്രേ ചെയ്യും. ഇത് പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതേ ക്വസ്റ്റ്യൻ. ഷുഗർ കെയിനിൽ വെച്ച് അതിന്റെ ഇന്റർനോഡിന്റെ ഇലോങ്ങേഷൻ കൂട്ടി, ഐ മീൻ സ്റ്റെമ്മിന്റെ ലെങ്ത് കൂട്ടി yield കൂട്ടുന്നത് ഏത് ഹോർമോൺ ആണെന്ന്. ഇറ്റ്സ് ജിബർലിൻ. ഗ്രോത്ത് മാക്സിമം കാണിക്കുന്നത് ലോഗ് ഫേസിൽ, അത് ഇന്നലെ പറഞ്ഞിരുന്നു. ദാ പൈനാപ്പിളില് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവിടെ 2 ആൾക്കാരുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ഓക്സിനും എത്തിലിനും. ഓക്സിൻ ആൻഡ് എത്തിലിൻ. ക്യുക്കംബറിലാണെങ്കിൽ അതാരായിരുന്നു? ക്യുക്കംബറില് എത്തിലിൻ അല്ലേ നമ്മൾ പറഞ്ഞത്? ക്യുക്കംബറില്. പൈനാപ്പിളിൽ ചോദിക്കുവാണെങ്കിൽ ഓക്സിനും ഉണ്ട് എത്തിലിനും ഉണ്ട് കേട്ടോ. Fruit and leaf drop at early stages can be prevented by the application of auxin. ഫ്രൂട്ടും ലീഫും വളരെ യങ് സ്റ്റേജിൽ തന്നെ കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്സിൻ ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഓൾഡ് ആയിട്ടുള്ള ലീവ്സ് ഒക്കെ ആണെങ്കിൽ അത് കൊഴിഞ്ഞു പോകുന്നതിന് ഓക്സിന് കുഴപ്പമില്ല. പക്ഷെ ലീഫും ഫ്രൂട്ടും ഏർലി സ്റ്റേജിൽ ഡ്രോപ്പ് ചെയ്യാണ്ട് നോക്കുന്നത് ഓക്സിൻ ആണ്.
സോ അതാണ് കുറച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസറും കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 21 ഇതൊന്ന് നോക്കി നോക്കിയേ, നിങ്ങൾ തന്നെ ആൻസർ പറയാം കേട്ടോ. ഫോർമേഷൻ ഓഫ് മെരിസ്റ്റം. രണ്ട് ലാറ്ററൽ മെരിസ്റ്റത്തിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്, ഇന്റർഫാസിക്കുലർ മെരിസ്റ്റം ആൻഡ് കോക്ക് കാമ്പിയം. ഫ്രം ഫുള്ളി ഡിഫറൻഷിയേറ്റഡ് പാരൻകൈമസ്. ഇത് ആക്ച്വലി അനാട്ടമി എന്ന് പറയുന്ന പോർഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പോയ പോർഷൻ ആണ്. ഇന്റർഫെസിക്കുലർ കാമ്പിയം എന്താണെന്നും കോർക്ക് കാമ്പിയം എന്താണെന്നും. ഇവിടെ ഇതിന്റെ ആൻസർ പറയാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? രണ്ട് മെരിസ്റ്റം, ഇന്റർഫെസിക്കുലറും കോർക്കും, അതെന്തോ ആയിക്കോട്ടെ, അത് മെരിസ്റ്റം ആണെന്ന് പറഞ്ഞു. ഇത് രണ്ടും ലാറ്ററൽ മെരിസ്റ്റംസ് ആണ്. ഓക്കെ, മെരിസ്റ്റം ആണ്. അപ്പൊ എവിടുന്നാ ഈ മെരിസ്റ്റം ഫോം ചെയ്യുന്നത്? ഫുള്ളി ഡിഫറൻഷിയേറ്റഡ് പാരൻകൈമയിൽ നിന്ന്. അതായത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പാരൻകൈമയിൽ നിന്നും മെരിസ്റ്റം ഉണ്ടാവുകയാണ്. മെരിസ്റ്റം ഉണ്ടാവുകയാണ്. സോ അത് ഡിഫറൻസിയേഷൻ ആണോ ഡി ഡിഫറൻസിയേഷൻ ആണോ? നിങ്ങൾ എന്താ പറ? ഫുള്ളി ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പാരൻകൈമയിൽ നിന്നും വീണ്ടും മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി റിട്ടേൺ ചെയ്ത് റീഗെയിൻ ചെയ്യുവാണ്. അപ്പൊ അത് ഡിഫറൻസിയേഷൻ ആണോ ഡി ഡിഫറൻസിയേഷൻ ആണോ റീഡിഫറൻസിയേഷൻ ആണോ? യെസ്, ഡി ഡിഫറൻസിയേഷൻ. ശരിയല്ലേ? ക്ലിയർ ആയോ? ഓക്കെ, അതാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിന്റെ ഹോർമോണിന്റെ പോർഷൻ മറക്കരുത്, വായിച്ചു നോക്കുക. അതില് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. എന്താണ് ജുവനൈൽ കോണിഫേഴ്സിൽ സ്പ്രേ ചെയ്യുന്നത്, പിന്നെ ഷുഗർ കെയിനുമൽ സ്പ്രേ ചെയ്യുന്നത്, ഗേഷ്യസ് ഹോർമോൺ ഏതാണ്, അപ്പിക്കൽ ഡോമിനൻസിന്റെ ഓവർകം ചെയ്യുന്ന ഹോർമോൺ ഏതാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തായാലും നോക്കാം. കാരണം ഇനിയും ചോദിക്കുവാണെങ്കിൽ, ഇനി അത് ചോദിക്കില്ലേ നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഈ ലാസ്റ്റ് മൊമെന്റ് ആവുമ്പോൾ നമുക്ക് എല്ലാം അങ്ങോട്ട് വായിച്ചു നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഫൈനൽ ടൈമിൽ വായിച്ചു നോക്കുമ്പോ ഇതൊക്കെ എന്തായാലും ഒന്ന് നോക്കാം. ഓക്കെ, ഇനി അവരെന്താ ചോദിക്കാന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാണ്. അപ്പൊ നമ്മുടെ +1 കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഇനി +2 ആണ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓർമ്മയുണ്ടായിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ. ഇങ്ങനെയാണ് +2 പഠിച്ചൊക്കെ മറന്നോ? ബോർഡ് എക്സാം എഴുതിയിരിക്കുന്നവരല്ലേ? ഓർമ്മയുണ്ടോ? ഇനി പറയട്ടെ, ബോർഡ് എക്സാമിന് പഠിച്ച പാറ്റേൺ അല്ല നീറ്റിന് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ബോർഡ് എക്സാമിന് നമുക്ക് ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. MCQ ഉണ്ട് എനിക്കറിയാം, പക്ഷെ എന്നാലും ചിലപ്പോൾ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്നൊക്കെ ആയിരിക്കും MCQ ചോദിക്കുക. പക്ഷെ നീറ്റുകാർക്ക് അങ്ങനെയൊന്നുമല്ല. നീറ്റുകാർക്ക് സെന്റൻസുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കേസാണ്. മാത്രമല്ല ഈ റീസെന്റ് ഇയേഴ്സ് ആകുമ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ കൂടി വരുവാണ്. ചാപ്റ്ററിന്റെ എണ്ണം കുറയ്ക്കുമ്പോൾ ഓരോ ചാപ്റ്ററിലും വരുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടും, ഡിഫിക്കൽട്ടി ലെവലും ചിലപ്പോൾ കൂടാം, നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഫ്ലവറിന്റെ സ്ട്രക്ചർ അറിയാലോ? പെട്ടെന്ന് പറഞ്ഞ ഇതിന്റെ പാർട്സ് ഏതൊക്കെയാണ്? ഈ സ്റ്റൈല് സ്റ്റിഗ്മ ഓവറി ഏതിന്റെ പാർട്ടാ? സ്റ്റൈല് സ്റ്റിഗ്മ ഓവറി ഏതിന്റെ പാർട്ടാ? ആഹാ, അപ്പൊ അങ്ങനെയായോ? സ്റ്റൈൽ ഏതിന്റെ പാർട്ടാ? ഗൈനീഷ്യം. ഓക്കെ, സ്റ്റിഗ്മ ഏതിന്റെ പോർഷനാ? ഗൈനീഷ്യം. ഓവറി ഏതിന്റെ പോർഷനാ? ഗൈനീഷ്യം. ഫിലമെന്റ് ആൻഡ്രീഷ്യം. ആന്തർ ആൻഡ്രീഷ്യം. പെറ്റൽ കൊറോള. സെപ്പൽ കാലിക്സ്. ഇവരെല്ലാവരും കൂടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എക്സ്പാൻഡഡ് പോർഷനെ പറയുന്ന പേരെന്താ? തലാമസ്. ഈ സ്റ്റോക്കിനെ പറയുന്ന പേര് പെഡിസൽ. ഇതൊക്കെ മോർഫോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റോക്കിനെ പറയുന്ന പേര് പെഡിസൽ. ഓക്കെ, റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇവരുടെ റീപ്രൊഡക്റ്റീവ് ആൻജിയോസ്പേംസ് ആണ്. സോ ഇവരുടെ റീപ്രൊഡക്ഷന്റെ സമയത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഫ്ലവർ എന്ന് പറയുന്നത്. ഈ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ 3 ഇവന്റുകൾ നമുക്ക് പറയാം: പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഗാമേറ്റുകളുടെ ഫ്യൂഷൻ ആണ്. അപ്പൊ അതിന് മുന്നായിട്ട് ഗാമേറ്റിന്റെ ഫോർമേഷൻ നടക്കണം. ഗാമേറ്റ് ഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. അതിനുശേഷം
ഈ രണ്ട് ഗാമേറ്റിനെയും ഒരുമിച്ച് കൊണ്ടുവരണം. and that is എന്താണ് made possible by the process called pollination. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലവറിലുള്ള പല പാർട്സും ഡീജനറേറ്റ് ചെയ്ത് പോവും, പല സ്ട്രക്ചേഴ്സും ഡീജനറേറ്റ് ചെയ്ത് പോവും. അതിനുശേഷം ഫ്രൂട്ട്, സീഡ് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഫോം ചെയ്യും. അതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ശരിയാണോ? ശരിയാണോ? നിങ്ങൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ആണോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്നതിനൊന്നും മീനിങ് ഇല്ലല്ലോ. ഓക്കെ, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് നോക്കാം. മെയിൻ ആയിട്ട് രണ്ട് ഇവന്റ്സ് ആണ് നടക്കുന്നത്, ഗാമറ്റോജെനസിസും പോളിനേഷനും. ഓക്കെ, ഫെർട്ടിലൈസേഷന് മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ. ഗാമറ്റോജെനസിസ് എന്ന് പറയുമ്പോൾ മെയിൽ ഗാമേറ്റും ഫോം ചെയ്യണം, ഫീമെയിൽ ഗാമേറ്റും ഫോം ചെയ്യണം, റൈറ്റ്? അത് രണ്ട് പ്രോസസ് ആണ്. ഒന്ന് മൈക്രോസ്പോറോജെനസിസും മെഗാസ്പോറോജെനസിസും. ഇത് രണ്ട് ഇവന്റുകളാണ് ഇതിൽ നടക്കുന്നത്. മൈക്രോസ്പോർ എന്ന് പറയുന്നത് പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേഷൻ ഉണ്ട് കേട്ടോ. മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്ത് മെയിൽ ഗാമറ്റോഫൈറ്റ് ആകും. മെയിൽ ഗാമറ്റോഫൈറ്റിൽ നിന്ന് മെയിൽ ഗാമേറ്റ് ഉണ്ടാകും. ശരിയല്ലേ? പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ച കാര്യമാണ്. പലപ്പോഴും പ്ലാന്റ് കിങ്ഡത്തിൽ ഇതൊക്കെ പഠിക്കും, ഇവിടെ എത്തുമ്പോൾ ഇവര് തമ്മിൽ ഒരു ബന്ധമുള്ള കാര്യം പോലും നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവില്ല. സി, മൈക്രോസ്പോർ എന്ന് പറയുന്ന സംഭവം, മൈക്രോസ്പോറോജെനസിസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനം മൈക്രോസ്പോർ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. സി, സ്പോറോഫൈറ്റ്, ഗാമറ്റോഫൈറ്റ് ഒക്കെ തന്നെയാണ് ഈ പറയുന്നത്. മൈക്രോസ്പോറ് ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത് മെയിൽ ഗാമറ്റോഫൈറ്റ്. മെയിൽ ഗാമേറ്റ് അല്ല ഉണ്ടാവുന്നത്, മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് ഉണ്ടാകുന്നത്. മെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാകും. ഇനി ആ മെയിൽ ഗാമറ്റോഫൈറ്റിൽ നിന്നാണ് എന്തുണ്ടാവുക? മെയിൽ ഗാമേറ്റ് ഉണ്ടാവുക. മെയിൽ ഗാമേറ്റ്. ഇനി മെഗാസ്പോറോജെനസിസ് നടക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താ? മെഗാസ്പോർ ആണ്. ഈ മെഗാസ്പോർ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്തായിരുന്നു? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാകും. ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഉള്ളിൽ നിന്ന് ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് നടക്കുന്ന പ്രോസസ്സ്. ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാവും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മെയിൽ ഗാമറ്റോഫൈറ്റിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മെയിൽ ഗാമറ്റോഫൈറ്റിന്റെ പേര്? മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് പൊളങ്ക്രെയിൻസ് കേട്ടോ. പൊളങ്ക്രെയിൻ ഇല്ലേ, അതാണ് മെയിൽ ഗാമറ്റോഫൈറ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങള് +1 ഒരു റിവിഷൻ കഴിഞ്ഞപ്പോ +2 പറ്റിയിട്ട് ഒരു ഓർമ്മയില്ലാത്ത പോലെയാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഗാമറ്റോജെനസിസ് നോക്കാം. മെയിൽ ഗാമറ്റോജെനസിസ് ആണ് ആദ്യം പഠിക്കുന്നത്, മെയിൽ ഗാമേറ്റിന്റെ ഫോർമേഷൻ. ഈ ആദ്യം കൊടുക്കുന്ന ലൈനില്ലേ, ഇത് പണ്ട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2017 മറ്റോ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി പ്രോക്സിമൽ എൻഡ് ഓഫ് ഫിലമെന്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ തലാമസ് ഓർ പെറ്റൽ ഓഫ് ദി ഫ്ലവർ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദ പ്രോക്സിമൽ എൻഡ് ഓഫ് ദ ഫിലമെന്റ് ഈസ് അറ്റാച്ച്ഡ് ടു. ഫിലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ടിപ്പിക്കൽ സ്റ്റേമിന്റെ പാർട്ടാണ് ഫിലമെന്റ്, മേന്തറും. ഫിലമെന്റിന്റെ പ്രോക്സിമൽ എൻഡ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ പ്ലാന്റിന്റെ ആക്സിസിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം. ആന്തർ എന്ന് പറയുന്നത് പുറത്തോട്ട് നിൽക്കുന്നതാണ്, അത് ഡിസ്റ്റൽ പാർട്ടാണ്. ഫിലമെന്റിന്റെ പ്രോക്സിമൽ എൻഡ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടോട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡയഗ്രാം നോക്കിയിട്ട് പറഞ്ഞു നോക്കിയേ, ഫിലമെന്റിന്റെ പ്രോക്സിമൽ എൻഡ് എവിടോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? തലാമസിലോട്ടല്ലേ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? തലാമസിലോട്ടല്ലേ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുമാണ്. പ്രോക്സിമൽ എൻഡ് ഓഫ് ഫിലമെന്റ് ഈസ് അറ്റാച്ച്ഡ് ടു തലാമസ്. അല്ലെങ്കിൽ ചില ഫ്ലവേഴ്സിൽ അത് പെറ്റലിനോട് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മോർഫോളജി പഠിച്ചപ്പോ. ചിലപ്പോൾ പെറ്റലിനോടായിരിക്കും, അല്ലെങ്കിൽ തലാമസിനോടായിരിക്കും. ആന്തർ എന്ന് പറയുന്നത് ബൈലോബ്ഡ് സ്ട്രക്ചർ അല്ലേ? ആന്തർ എന്ന് പറയുന്നത് ബൈലോബ്ഡ് സ്ട്രക്ചർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഓരോ ലോബിലുമായിട്ടും എത്ര പൊളൻ സാക്ക് വീതമുണ്ട്, അല്ലെങ്കിൽ എത്ര മൈക്രോസ്പൊറാഞ്ചിയം വീതമുണ്ട്? ഓരോന്നിലും 2 വീതം. അപ്പൊ 4 മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടെന്ന് പറയാം. മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് സ്ട്രക്ചർ ഇൻസൈഡ് വിച്ച് മൈക്രോസ്പോർസ് ആർ ഫോംഡ്. ഈ മൈക്രോസ്പൊറാഞ്ചിയം ആണ്
ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറുന്നത്? പൊളൻ സാക്ക് ആയിട്ട് മാറുന്നത്. ഓക്കെ, മൈക്രോസ്പൊറാഞ്ചിയം ആണ് ഡെവലപ്പ് ചെയ്ത് പൊളൻ സാക്ക് ആയിട്ട് മാറുന്നത്. ഇപ്പൊ ആന്തറിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ആന്തറിന്റെ ക്രോസ് സെക്ഷനിൽ ഓരോ ലോബിലും 2 പൊളൻ സാക്ക് വീതം കാണാം. ഇപ്പൊ 4 പൊളൻ സാക്ക് ഉണ്ട്. ഇനി ഈ പൊളൻ സാക്കിന്റെ ഉള്ളിലാണ് പൊളൻ ഗ്രെയിൻസ് ഫോം ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ. മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ ഡയഗ്രത്തിൽ കാണാം 4 വോൾ ലെയേഴ്സ് കാണാൻ പറ്റും. ചോദിക്കാറുണ്ട് ആ 4 വോൾ ലെയേഴ്സ് ഒന്നുകിൽ അവർ പറയാ പുറത്തുനിന്ന് അകത്തോട്ട് ഓർഡറിൽ എഴുതാൻ പറയും, അല്ലെങ്കിൽ അകത്തുനിന്ന് പുറത്തോട്ട് എഴുതാൻ പറയും. പുറത്തുനിന്ന് അകത്തോട്ട് EMT എന്നാണ് വായിക്കാം. EMT, EEMT, മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. EMT. എപ്പിഡെർമിസ്, അതെല്ലാത്തിലും ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണെന്ന് നമുക്കറിയാം. പ്ലാന്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഔട്ടർ മോസ്റ്റ് കവറിംഗ് is going to be the epidermis. So outer layer is going to be the epidermis. തൊട്ട് താഴെ എൻഡോതീഷ്യം. EMT, എപ്പിഡെർമിസ്, എൻഡോതീഷ്യം. പിന്നെയാണ് മിഡിൽ ലെയർ വരുന്നത്. And then the last one is the innermost one is the tapetum. ഇതിൽ പുറത്ത് വരുന്ന 3 ലെയറുകളും ഡെഹിസൻസിനും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടുള്ളതാണ്. പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസൻസ് ഓഫ് ദി ആന്തർ ടു റിലീസ് പോളൻ. ഡെഹിസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആന്തർ വോൾ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്നും പോളൻ ഗ്രെയിൻസ് പുറത്തു വരുന്നതിനെയാണ് ഡെഹിസിയ എന്ന് പറയാം. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഔട്ടർ മോസ്റ്റ് 3 ലെയേഴ്സ്. ടപ്പീറ്റം നറിഷ്മെന്റ് ആണ്. ടപ്പീറ്റം എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ വളരുന്ന പോളൻ ഗ്രെയിൻസിന് നറിഷ്മെന്റ് കൊടുക്കുന്നതാണ്. ഫംഗ്ഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ആന്തർ യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളില് കാണുന്ന കുറച്ച് സെൽസ് കാണാം. കുറച്ച് സെൽസിനെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ സെൽസിനെ പറയുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. കണ്ടോ? സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയും. സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സ്പോർ ഫോം ചെയ്യാൻ പോകുന്നത് ഇവരിൽ നിന്നാണ്. ഏത് സ്പോറ്? മൈക്രോസ്പോറ് ഉണ്ടാകുന്ന സ്ട്രക്ചർ ആണ് മൈക്രോസ്പൊറാഞ്ചിയം. ആ മൈക്രോസ്പൊറാഞ്ചിയത്തിന് 4 ലെയേഴ്സ് ഉണ്ട്. EEMT, outermost 3 layers, protection, dehiscence, innermost one, tapetum, nourishment. Inside sporogenous tissue ഉണ്ട്. സ്പോർ ഫോം ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂസ്. അവരൊന്ന് മെച്ചുർ ആയി. അതാണ് അടുത്ത ഡയഗ്രാം. ഇത് തന്നെയാണ്. സി, ഒരു മെച്ചുർ ഡെഹിസ്റ്റ് പൊളൻ ഗ്രെയിൻസ് പുറത്തോട്ട് വരുന്ന ഒരു ആന്തറിന്റെ പിക്ചർ ആണ് രണ്ടാമത്തേൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഉള്ളിലുള്ള ടിഷ്യൂസ് സ്പോറോജീനസ് ടിഷ്യൂസ് ഓരോന്നിനും പൊളൻ മദർ സെൽ ആവാൻ പറ്റും. പൊളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ, MMC. അതായത് the cell that can undergo meiosis. അപ്പൊ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ ആദ്യം എന്തുണ്ടായിരുന്നു? സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ടായിരുന്നു. സ്പോറോജീനസ് ടിഷ്യൂ ആണ് പൊളൻ മദർ സെൽ അല്ലെങ്കിൽ MMC ആയിട്ട് പോകാൻ പോകുന്നത്. ഞാൻ പൊളൻ മദർ സെൽ എന്നുള്ള രീതിയിൽ PMC എഴുതാം, അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ MMC എഴുതാം. ഇവര് ഡിവൈഡ് ചെയ്യും. ഏത് ഡിവിഷനാണ്? ഇവിടെ നടക്കാൻ പോകുന്ന ഡിവിഷൻ മിയോസിസ് ആണ്. കാരണം സാധാരണ പ്ലാന്റ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. സോ ഗ്യാമേറ്റ് ഉണ്ടാവണമെങ്കിൽ മിയോസിസ് നടക്കണം. മിയോസിസ് നടന്ന് ഒരു സെല്ല് മിയോസിസ് നടക്കുമ്പോൾ എത്ര സെല്ല് ഫോം ചെയ്യും? 4 സെല്ല് ഫോം ചെയ്യും. ഉണ്ടാകുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോസ്പോർ എന്ന് പറയുന്നത്. മൈക്രോസ്പോർ. ഈ മൈക്രോസ്പോറ് ഇനീഷ്യലി 4 പേരും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി കോൾ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് വിളിക്കും. മൈക്രോസ്പോർ ടെട്രാഡ് ഈ ഡയഗ്രത്തിൽ കാണാം. മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയും. ഇനി 4 പേരും ഡിസോസിയേറ്റ് ചെയ്ത് ഫർദർ മെച്ചുർ ചെയ്ത് കഴിയുമ്പോൾ വി കോൾ ഇറ്റ് ആസ് പൊളൻ ഗ്രെയിൻസ് എന്ന് വിളിക്കും. പൊളൻ ഗ്രെയിൻസ് എന്ന് വിളിക്കും. ആ പൊളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗാമറ്റോഫൈറ്റ്. സി, ഇവിടെ മൈക്രോസ്പോറിൽ നിന്നാണ് പൊളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്. സ്പോറിൽ നിന്ന് ഫോം ചെയ്യുന്നതിനെ നമ്മൾ ഗാമറ്റോഫൈറ്റ് എന്നാണ് പറയാം. സോ ഹിയർ ദ മെയിൽ ഗാമറ്റോഫൈറ്റ് ഇസ് ഈക്വലന്റ് ടു പൊളൻ ഗ്രെയിൻ. ചോദിക്കാറുണ്ട് കേട്ടോ. സോ പൊളൻ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോർ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയും. അവിടെ നടക്കുന്ന ഡിവിഷൻ മിയോസിസ് ആണ്. സ്പോറോജീനസ് ടിഷ്യൂ അല്ലെങ്കിൽ അത് പൊളൻ മദർ സെൽ ആവും ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് മിയോട്ടിക് ഡിവിഷൻ നടന്ന് മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യും. ഇത് ഓരോ മൈക്രോസ്പോർ ടെട്രാഡും ഡിസോസിയേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? പൊളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും.
ഓക്കെ, pollen grains ആണ് എന്ത് മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഇനി pollen grain സ്ട്രക്ചർ പറയുവാണെങ്കിൽ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതിനും ഈ പറഞ്ഞ പോലെ 2 wall ഉണ്ട്. pollen grain 2 wall ഉണ്ട്. ഔട്ടർ ലെയറിനെ പറയുന്ന പേര് എക്സൈൻ, ഇന്നർ ലെയറിനെ പറയുന്ന പേരെന്താ ഇൻഡൈൻ. എക്സൈനും ഇൻഡൈനും. ഓക്കെ, എക്സൈൻ എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ മെറ്റീരിയൽ ഉണ്ട്. അതിന്റെ പേരെന്തായിരുന്നു? സ്പോറോപൊളനിൻ ആണ്. വളരെയധികം ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു പേസ്റ്റ് ആണ് സ്പോറോപൊളനിൻ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത വളരെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ ആണ്. ഒരു തരത്തിലുള്ള ടെമ്പറേച്ചർ വെച്ചോ ആസിഡ് വെച്ചോ ആൽക്കലി വെച്ചോ എൻസൈംസ് വെച്ചോ ഒന്നും നമുക്ക് ഇതിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഓർഗാനിക് മെറ്റീരിയൽ ആണ് സ്പോറോപൊളനിൻ. ഈ സ്പോറോപൊളൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ പൊളൻ ഗ്രെയിനെ ഫോസിലാക്കി എടുത്തു വെക്കാൻ പറ്റും. കാരണം സ്പോറോപൊളനിൻ ഉള്ളത് കൊണ്ട് ഇതിന് കേടുപാടുകൾ വരില്ല. ഓക്കെ, ഇത് വളരെ റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും. So pollen grains are well preserved as fossils because of the presence of sporopollenin. ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, pollen grains നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? എന്തുള്ളത് കൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? നമുക്ക് സ്പോറോപൊളനിൻ ഉള്ളത് കൊണ്ട്. സ്പോറോപൊളനിൻ കാണുന്നത് ഏത് വോളിലാണ്? എക്സൈനിലാണ്. ഇനി എക്സൈനില് സ്പോറോപൊളനിൻ ഇല്ലാത്ത ചില പോർഷൻസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് germ pores. Germ pores. These are the apertures opening on the exine where sporopollenin is absent. Innermost layer ആണ് ഇൻഡൈൻ. ഇൻഡൈനിൽ ഈ പറയുന്ന സംഭവങ്ങളൊന്നുമില്ല, പോറും ഇല്ല. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലെയർ ആണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും വെച്ചിട്ടാണ്. സെല്ലുലോസും പെക്റ്റിനും. ഇനി പോളൻ ഗ്രെയിനിൽ എന്തൊക്കെയുണ്ടെന്ന്, പോളൻ ഗ്രെയിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. 2 wall ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിന്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന്, പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. 2 സെല്ല് ഉണ്ട് അതില്. ഒന്ന് വെജിറ്റേറ്റീവ് സെല്ലും ഒന്ന് ജനറേറ്റീവ് സെല്ലും. ഇതില് ജനറേറ്റീവ് സെല്ലാണ് കുറച്ച് കഴിയുമ്പോൾ മൈറ്റോസിസ് ചെയ്തിട്ട് 2 മെയിൽ ഗാമേറ്റ് ആയിട്ട് മാറാൻ പോകുന്നത്. 2 മെയിൽ ഗാമേറ്റ് ആയിട്ട് മാറാൻ പോകുന്നത്. In over 60% of angiosperm, majority angiospermസിലും pollen grains ഷെഡ് ആവുന്നത് 2 സെൽഡ് സ്റ്റേജിലാണ്. അതായത് ഷെഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു ഫ്ലവർ, ഞാൻ ഫ്ലവർ കാണിക്കാം. ഒരു ഫ്ലവർ, ഈ ഫ്ലവറിന്റെ ആന്തറിന്റെ ഉള്ളില് പൊളൻ സാക്ക് ഉണ്ട്. പൊളൻ സാക്കിന്റെ ഉള്ളില് പൊളൻ ഗ്രെയിൻസ് ഫോം ചെയ്യും. ഈ പൊളൻ ഗ്രെയിൻസ് ആന്തർ മെച്ചൂർ ആവുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പൊളൻ ഗ്രെയിൻസ് പുറത്തോട്ട് റിലീസ് ആവും. പൊളൻ ഗ്രെയിൻസ് പറഞ്ഞാൽ നമ്മുടെ ഈ പൂമ്പൊടി പോലത്തെ സാധനം അല്ലെ, കുറെ എന്താണ് പൊളൻ ഗ്രെയിൻസ് പുറത്തോട്ട് റിലീസ് ചെയ്യും. അപ്പൊ അവര് പറയാണ് കൂടുതലും 60% ഓഫ് ആൻജിയോസ്പേമിലും പൊളൻ ഗ്രെയിൻസിന്റെ റിലീസ് നടക്കുന്നത് 2 സെൽഡ് സ്റ്റേജിലാണ്. ഈ 2 സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വെജിറ്റേറ്റീവ് സെല്ലും ഒന്ന് ജനറേറ്റീവ് സെല്ലും ആണ്. പുറത്തോട്ട് റിലീസ് ചെയ്ത പൊളൻ ഗ്രെയിൻസ് വിൻഡ് വഴിയോ വാട്ടർ വഴിയോ ഇൻസെക്ട് വഴിയോ ബേർഡ്സ് വഴിയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഫീമെയിൽ ഫ്ലവറിലെത്തും. അല്ലെങ്കിൽ സ്റ്റിഗ്മയിലെത്തും. അവിടെ എത്തിയതിനു ശേഷം ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമേറ്റ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് 60% ഓഫ് ആൻജിയോസ്പേംസിലും. ബാക്കി വരുന്ന 40% എന്താന്ന് അവർ പറയുന്നത്, ഈ പൊളൻ ഗ്രെയിൻസ് റിലീസ് ആവുമ്പോ തന്നെ 3 സെൽ സ്റ്റേജ് ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ, ഇവിടുന്ന് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. മനസ്സിലായോ പറഞ്ഞത്? In the remaining cell species, generative cell divides mitotically to mitosis ആണ് അവിടെ നടക്കുന്നത്, to give rise to 2 male gametes before pollen grains are shed. 3 cell stage ലായിരിക്കും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? അടുത്തത് ഇത് നിങ്ങൾ പൊളൻ ഗ്രൈന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ പറയുന്ന കാര്യമുണ്ട്. ഈ പൊളൻ എന്ന് പറയുന്ന പലരിലും അലർജി, ബ്രോങ്കൈറ്റിസ് എന്താണ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കോസ് ചെയ്യുന്നതാണ് പൊളൻ. അതുപോലെ ഈ പറയുന്ന പൊളന് നല്ല ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്. പലയിടത്തും ടാബ്ലറ്റ്സ് ആയിട്ടും സിറപ്പ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന. ഇത് നമുക്ക് തോന്നും ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാന്ന്, നീറ്റുകാർക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നീറ്റുകാർ വേണമെങ്കിൽ ചോദിക്കാം ഇതിൽ ഏതാണ് ഇങ്ങനെ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളത്, ഇതിലേതാണ് സിറപ്പായിട്ടും അതുപോലെ അത്ലറ്റ്സിന്റെയും ഹോഴ്സസിന്റെയും ഒക്കെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള സബ്സ്റ്റൻസ് ഏതാന്നൊക്കെ ചോദിക്കാം. പൊളന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, പൊളൻ. ഇനി അടുത്തത്
പൊള്ളന്റെ വയബിലിറ്റി പറയുന്നുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റില്. അതും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. വയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ആന്ത്രിൽ നിന്നും പുറത്തോട്ട് വന്നതിന് ശേഷം അത് എത്ര കാലം വയബിൾ ആയിട്ട് നിൽക്കുന്നു, എത്ര കാലം അതിന് എന്താണ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, അത് ഓരോ പ്ലാന്റ് ഫാമിലിക്കും ഓരോ പോലെ ആയിരിക്കും. ദ പീരീഡ് ഫോർ വിച്ച് pollen grain remain viable is highly variable. അത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സം cereals such as rice, wheat പോലെയുള്ള cerealsല് 30 minutes ഒക്കെ അത് ജീവനോടെ നിൽക്കുള്ളൂ. പൊളൻ റിലീസ് ആയി കഴിഞ്ഞാൽ 30 മിനിറ്റ്സിനുള്ളിൽ അത് വേറെ ഏതെങ്കിലും സ്റ്റിഗ്മയിൽ പോയി വീണു കഴിഞ്ഞാൽ കാര്യമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ വയബിലിറ്റി ഒക്കെ പോയി കാര്യമുണ്ടാവും. എന്നാൽ വേറെ കുറച്ച് ഫാമിലി റൊസാസി, ലെഗുമിനോസി ആൻഡ് സൊളാനേസി 3 പ്ലാന്റ് ഫാമിലീസില് മാസങ്ങളോളം അതിന്റെ വയബിലിറ്റി നിൽക്കും. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഏതൊക്കെ ഫാമിലിയിലാണ് വയബിലിറ്റി മാസങ്ങളോളം നിൽക്കുന്നത്, എവിടെയൊക്കെയാണ് 30 മിനിറ്റ്സിൽ അതിന്റെ വയബിലിറ്റി പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന പൊള്ളനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ലിക്വിഡ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയും. ക്രയോ പ്രിസർവേഷൻ -196 ഡിഗ്രി സെൽഷ്യസില് ലിക്വിഡ് നൈട്രജനിൽ നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതും ചോദിച്ചിട്ടുണ്ട്, ഏത് ടെമ്പറേച്ചറിലാണ് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക. -196 ഡിഗ്രി സെൽഷ്യസ് ലിക്വിഡ് നൈട്രജൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്രയോ പ്രിസർവേഷൻ എന്നാണ് അതിനെ പറയാം. ഓക്കെ, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഗാമറ്റോജെനിസിസ് ഫീമെയില് നോക്കാം. ഇങ്ങനെ ഒരു ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഡയഗ്രത്തിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. എക്സാമ്പിൾ ചോദിക്കുക, മൾട്ടി കാർപ്പിലറി സിങ്കാർപ്പസ് പിസ്റ്റലിന് എക്സാമ്പിൾ പപ്പാവർ. ഈ ഡയഗ്രത്തിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന നോട്ട് വായിച്ചു നോക്കണം എന്നാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. മൾട്ടി കാർപ്പിലറി ഒന്നിലധികം കാർപ്പൽ ഉണ്ട്. സിങ്കാർപ്പസ് കാർപ്പൽസ് എല്ലാം ഫ്യൂസ്ഡ് ആണ്. അങ്ങനെ കാണുന്ന ഏത് ചെടിയിലാണ്? പപ്പാവർ എന്ന് പറയുന്ന ചെടിയില്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഡയഗ്രത്തിന്റെ അടിയില്. മൾട്ടി കാർപ്പിലറി ആണ്, പക്ഷെ കാർപ്പൽസ് എല്ലാം ഫ്രീ ആണ്, അതാണ് അപ്പോ കാർപ്പസ്. അത് കാണുന്നത് എവിടെയാണ്? ഈ പ്ലാന്റില് കൊടുത്തിട്ടുണ്ട്, മിക്കേലിയ. കണ്ടോ? ഇനി ഈ കാണുന്ന ഒവ്യൂൾ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരെന്താണ്? അനാട്രോപ്പസ് ഒവ്യൂൾ. അനാട്രോപ്പസ്. ഈ ഒവ്യൂള് പല രീതിയിലും അറേഞ്ച്ഡ് ആവും. അതായത് ഇങ്ങനെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ വരച്ച് കാണിച്ചു തരാം. ഒവ്യൂള് ഓവറിയുടെ ഉള്ളില് കർവ്ഡ് ആയിട്ടാണോ സ്ട്രെയിറ്റ് ആയിട്ടാണോ? ഇതില് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇതിനെയാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തിന് പറയുന്ന പേര് ചലാസ എന്നാണ്. ഈ സ്റ്റോക്കിനെ പറയുന്ന പേര് ഫ്യൂണിക്കിൾ എന്നാണ്. ഇങ്ങനെ മൈക്രോപൈല്, ചലാസ, ഫ്യൂണിക്കിള് ഇതെല്ലാം ഇങ്ങനെ ഒരു ലൈനിൽ വരുവാണെങ്കിൽ ആ ഒവ്യൂൾ അറേഞ്ച്മെന്റിനെ ഒരു പർട്ടിക്കുലർ പേര് പറയും. ഓക്കെ, അങ്ങനെ പല രീതിയിൽ അറേഞ്ച്മെന്റ് വരാം. പക്ഷെ കൂടുതലായിട്ട് കാണുന്നത് അനാട്രോപ്പസ് എന്ന് പറയുന്ന അറേഞ്ച്മെന്റ് ആണ്. അനാട്രോപ്പസ് അറേഞ്ച്മെന്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതെന്താണെന്ന് നിങ്ങളോട് ചോദിക്കില്ല, ഇത് ഏതാന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഈ അറേഞ്ച്മെന്റ് അനാട്രോപ്പസ് ആണ്. സി മൈക്രോപൈല്, ചലാസ രണ്ടും ഒരു ലൈനിൽ കിടക്കുന്നുണ്ടാവും. മൈക്രോപൈലും ഫ്യൂണിക്കിളും ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അങ്ങനത്തെ അറേഞ്ച്മെന്റ് ആണ് അനാട്രോപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡയഗ്രത്തിലെ ഓരോ സ്ട്രക്ചർ എന്താന്ന് പഠിക്കണേ. അതൊക്കെ ആവശ്യമാണ്, നിങ്ങൾക്ക് ആവശ്യമാണ്. ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ആൻസർ പറയാ. ഈ ഓപ്പണിങ്ങിന്റെ പേരെന്താ? ഓപ്പണിങ്ങിന്റെ പേരെന്താ? ഓപ്പണിങ്ങിന്റെ പേര് മൈക്രോപൈൽ. ഈ ഒവ്യൂളിന്റെ കവറിങ്ങിനെ പറയുന്ന പേരെന്താ? ഒവ്യൂളിന്റെ കവറിങ് ഇൻഡേക്യുമെന്റ്. 2 കവറിങ് ഉണ്ട്, ഔട്ടറും ഉണ്ട് ഇന്നറും ഉണ്ട്. ഭാവിയിൽ സീഡ് കോട്ടായിട്ട് മാറുന്നത് ഇവരാണ്. ഓക്കെ, ഇനി ഫ്യൂണിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒവ്യൂളിനെ ഓവറിയിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന സ്റ്റോക്ക് അല്ലെ. ഇനി ഒവ്യൂളിന്റെ ബോഡിയും ഈ സ്റ്റോക്കും തമ്മിൽ കണക്റ്റഡ് ആവുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനെ പറയുന്ന പേരാണ് എന്ത്? ഹൈലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒവ്യൂളിന്റെ ഉള്ളില് കുറച്ച് ടിഷ്യൂസ് ഉണ്ട്, ന്യൂട്രിറ്റീവ് ആയിട്ടുള്ളത്. അതിനെ പറയുന്ന പേരാണ് ന്യൂസിലസ്. ഈ ന്യൂസിലസ് എന്നാണ് ഒരാള് ഡിവിഷൻ നടന്ന് എന്താണ് സ്പോറായി, ആ സ്പോർ ഡെവലപ്പ് ചെയ്ത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആവും. ആ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ പേരാണ് എംബ്രിയോസാക്ക്. ഓക്കെ, നോക്കിയോക്കെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഒവ്യൂൾ എന്ന് പറയുന്നത് സ്മോൾ സ്ട്രക്ചർ ആണ്. ഇത് ഓവറി ആണെങ്കിൽ ഓവറിയുടെ ഉള്ളിൽ കാണുന്നതാണ് ഒവ്യൂള്. ഓവറിയുടെ ഉള്ളിൽ കാണുന്നതാണ് ഒവ്യൂള്. ആ ഒവ്യൂൾ എന്ന് പറയുന്നത് പ്ലാസന്റ എന്ന് പറയുന്ന ഒരു ടിഷ്യൂമിലാണ് ഇരിക്കുന്നത്. അത് നമ്മൾ മോർഫോളജിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
stalk attached to by a stalk called funicle. The body of the ovule fuses with the funicle at a region called hilum. Each ovule has one or two protective envelope coating, and that coating is called integument. Integuments encircle the nucellus except at the tip where a small opening called micropyle is formed. Integument complete cover ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ മാത്രം അവർ ജോയിൻ ചെയ്തിട്ടില്ല. അവിടെ ഒരു ഓപ്പണിംഗ് ഇട്ടിട്ടാണ്, അത് മൈക്രോപൈൽ ആണ്. മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് ആണ് ചലാസ എന്ന് പറയുന്നത്. അതാണ് ഒവ്യൂളിന്റെ ബേസൽ പാർട്ട്. മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് ചലാസ. Enclosed within the integument is a mass of cells called nucellus. Integumentന് ഉള്ളിലുള്ള സെൽസിനെ പറയുന്ന പേരാണ്, ഇവിടുത്തെ സെൽസിനെ പറയുന്ന പേരാണ് ന്യൂസെലസ്. ന്യൂസെലസിന്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് കാണുന്നത്. അതിനെയാണ് എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ an ovule generally has single embryo sac. ഒരു ഒവ്യൂളിന്റെ ഉള്ളിൽ ഒരു എംബ്രിയോ സാക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. മെഗാസ്പോറോജെനസിസ്. എങ്ങനെയാണ് മെഗാസ്പോർ ഫോം ചെയ്യുന്നത്? മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് നടന്ന് 4 മെഗാസ്പോർ ഫോം ചെയ്യും. 4 മെഗാസ്പോർ ഫോം ചെയ്യും. 4 മെഗാസ്പോർ ഫോം ചെയ്യും. ഈ 4 മെഗാസ്പോറിൽ എത്ര എണ്ണം ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞേ? ഈ 4 മെഗാസ്പോറിൽ എത്ര എണ്ണം ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞേ? പറ, നിങ്ങൾ പഠിച്ച ആൾക്കാരല്ലേ? 1. 1 will, ബാക്കി 3 പേർക്ക് എന്ത് പറ്റും? What will happen to the other 3? Degenerate ആവും. യെസ്. ഇങ്ങനെ ഒരു മെഗാസ്പോറിൽ നിന്ന് എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയാം. The process of formation of megaspore from megaspore mother cell is called megasporogenesis. സിംഗിൾ മെഗാസ്പോർ മദർ സെല്ലേ ഉള്ളൂ. നമ്മള് മൈക്രോസ്പോറോജെനസിസ് പറഞ്ഞപ്പോ, മെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഫോർമേഷൻ പറഞ്ഞെങ്കിൽ മൈക്രോസ്പോർ പറഞ്ഞപ്പോ, ഈ പോളൻ സാക്കിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരുപാട് സ്പോർ മദർ സെൽസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് പേര് സ്പോർ മദർ സെൽ ആയിരുന്നു, ഒരുപാട് പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഫീമെയിലിന്റെ കേസിൽ വരുമ്പോ ഒരാളേ ഉള്ളൂ. നിങ്ങളിപ്പോ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലും അങ്ങനെ തന്നെയാണ്. സ്പേമിന്റെ എണ്ണമാണ് കൂടുതൽ, എഗ് ഒരെണ്ണല്ലേ വരുന്നുള്ളൂ. ശരിയല്ലേ? എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ മെയിൽ കൂടുതലും ഫീമെയിൽ കുറവും വരുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇവിടെ പോളൻ ഗ്രെയിൻസിന്റെ എണ്ണം കൂടുതലും ഫീമെയിലിന്റെ എണ്ണം കുറവും വരുന്നത്? ഇതിൽ ആര് ട്രാവൽ ചെയ്യേണ്ട ആള്? Who has to travel here? ഫീമെയിൽ ഗാമേറ്റ് ആണോ മെയിൽ ഗാമേറ്റിനാണോ ഇവിടെ, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ആണോ ഒവ്യൂൾ ആണോ മൂവ് ചെയ്യാൻ പോകുന്നത്? ഇതിൽ നമ്മൾ മീറ്റ് ചെയ്യണ്ടേ, നല്ല ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. സോ ഹൂ വിൽ ബി പോളൻ ഗ്രെയിൻ. ആ ട്രാവലിംഗിന്റെ സമയത്ത് ലോസ് സംഭവിക്കാലോ, സംഭവിച്ചൂടെ? കാറ്റിൽ കൂടെ വെള്ളത്തിൽ കൂടെ ഒക്കെ പോകുമ്പോ പോളൻ ഗ്രെയിൻസ് പലതും നശിച്ചു പോകും. അങ്ങനെ പോകുമ്പോ അറ്റ്ലീസ്റ്റ് ഫ്യൂ ഓഫ് ദം ഷുഡ് ഫെർട്ടിലൈസ്. അത് നേച്ചർ കൊടുത്തിട്ടുള്ള ഒരു എവല്യൂഷണറി അഡ്വാൻറ്റേജ് അല്ലേ അത്, പോളൻ ഗ്രെയിൻ്റെ എണ്ണം കൂടുതലാന്നുള്ളത്. മനസ്സിലായോ? ഞാൻ ഓർത്ത് വെക്കാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. മെയിൽ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്, ഫീമെയിൽ ഒന്നേ ഉള്ളൂ. അവിടെ ഇഷ്ടം പോലെ പൊളൻ മദർ സെൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഒരു സിംഗിൾ മദർ സെല്ലേ ഉള്ളൂ. മദർ സെല്ലും ഒന്നേ ഉള്ളൂ, മെഗാസ്പോറും ഒന്നേ ഉള്ളൂ, എംബ്രിയോ സാക്കും ഒന്നേ ഉള്ളൂ. ഓക്കെ, ന്യൂസെലസ് എന്നാണ് മെഗാസ്പോർ മദർ സെല്ല് ഫോം ചെയ്യുന്നത്. മിയോസിസ് നടന്ന 4 മെഗാസ്പോർ ഉണ്ടാവും. അതിൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്യും, ഒരെണ്ണം മാത്രം ഫങ്ഷണൽ ആവും. അത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഇസ് ദി എംബ്രിയോ സാക്ക്. ഇങ്ങനെ ഒരു മെഗാസ്പോറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ സംഭവം നിങ്ങൾക്ക് അറിയോ? മെഗാസ്പോർ എംബ്രിയോ സാക്ക് ആയിട്ട് മാറുന്ന എത്ര മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട് ഇവിടെ? മെഗാസ്പോർ എംബ്രിയോ സാക്ക് ആവുന്നിടത്ത് എത്ര മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കാം. ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. ഒരു ഡിവിഷൻ കഴിയുമ്പോഴല്ലേ അത് 2 ന്യൂക്ലിയസ് ആവുന്നത്, ശരിയാണോ? അപ്പൊ ഒരു മൈറ്റോസിസ് കഴിയുമ്പോൾ അത് 2 ന്യൂക്ലിയസ് ആവും. ഇനി ഒരു ഡിവിഷനും കൂടി കഴിയുമ്പോൾ അത് എത്രയോ? 4.
4 അല്ലേ? ഇവിടുന്ന് ഇവിടുന്ന് 2 വന്നു, ഇവിടുന്ന് 2 വന്നു. ടോട്ടൽ 3. ഇനിയും ഒരു പ്രാവശ്യം കൂടി ഡിവിഷൻ ചെയ്യുന്നില്ലേ? അപ്പൊ 3 സക്സസീവ് ഡിവിഷൻസ് അല്ലേ നടക്കുന്നത്? മനസ്സിലായോ? ഓക്കെ. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇവർക്കൊരു റീഅറേഞ്ച്മെന്റ് അല്ലേ നടക്കുന്നത്? 2 പേര് സെന്ററില്, ബാക്കി 3 പേര് മൈക്രോപൈലർ എൻഡില്, ബാക്കി 3 പേര് ചെലാസൽ എൻഡില്. ഓക്കെ. ഇനി ഈ ഡിവിഷന് ഒരു പേര് പറയും, ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ എന്ന്. കാരണം എന്താ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറയും? കാരണം ഇവിടെ മൈറ്റോസിസ് നടക്കുമ്പോൾ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നുണ്ടോ? സൈറ്റോകൈനസിസ് നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഓൺലി ന്യൂക്ലിയസ് ഇസ് ഡിവൈഡിങ്, സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നില്ല. അവസാനമാണ് എന്ത് നടക്കുന്നത്? സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നത്. ശരിയല്ലേ? ഇവിടെ എത്തിയപ്പോഴത്തേക്കും സെൽ വാൾ ഫോർമേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അങ്ങനെ സെൽ വാളും കൂടി ഫോം ചെയ്ത് കിട്ടുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. ഇനി എംബ്രിയോ സാക്കിൽ ഏതൊക്കെ സെൽ ടൈപ്സ് ഉണ്ട്? വേഗം പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആണ്. മൈക്രോപൈല് എൻഡിലുള്ള 3 പേരെ ഒരുമിച്ച് പറയുന്ന പേരെന്താ? മൈക്രോപൈൽ എൻഡിലുള്ള 3 പേരെ ഒരുമിച്ച് പറയുന്ന പേര് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് വരും? ഒരു എഗ്ഗും വരും, 2 സിനർജിറ്റ്സും വരും. ശരിയല്ലേ? ഒരു എഗ്ഗും 2 സിനർജിറ്റ്സും കൂടുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? അപ്പാരറ്റസ് ആയിട്ട് മാറുന്നത്. എഗ് അപ്പാരറ്റസ്. ഇനി ചെലാസൽ എൻഡിൽ കിടക്കുന്ന 3 പേര് ആരൊക്കെയാ? 3 പേരും ആന്റിപോഡൽസ് ആണ്. ഈ എഗ് അപ്പാരറ്റസിന്റെ അടുത്ത് കിടക്കുന്ന ആളാരാ? സെൻട്രൽ സെൽ അല്ലെ? സെൻട്രൽ സെല്ലിന്റെ ഉള്ളിൽ ആരാളത്? പോളാർ ന്യൂക്ലിയസ്. അപ്പൊ എംബ്രിയോ സാക്കിൽ എത്ര സെല്ല്, എത്ര ന്യൂക്ലിയസ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൗ മെനി ന്യൂക്ലിയസ്? 1 2 3 8. എത്ര സെല്ലുണ്ട്? 7 സെല്ലുണ്ട്. അതെന്തുകൊണ്ടാ? ഈ 2 സെൻട്രൽ ന്യൂക്ലിയസ് കൂടിയിട്ട് ഒരു സെൻട്രൽ സെല്ലാണ്. അവർക്ക് 2 പേർക്കും 2 സെല്ലില്ല, 2 പേരും ഒരു സെല്ലിലാണ്. അതുകൊണ്ടാണ് അത് 7 സെല്ലായിട്ട് മാറിയത്. ശരിയല്ലേ? പോളിനേഷൻ എന്തായിരുന്നു? ആൻജിയോസ്പേംസില് 2 ഗാമേറ്റ്സുകളും എന്താണ്? നോൺ മോട്ടൈൽ ആണ്. മെയിൽ ഗാമേറ്റും നോൺ മോട്ടൈൽ ആണ്, ഫീമെയിൽ ഗാമേറ്റും നോൺ മോട്ടൈൽ ആണ്. ആരെങ്കിലും ഇവരെ ഒരുമിച്ച് കൊണ്ടുവരണം. അത് നടത്തുന്ന പ്രോസസ് ആണ് പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് pollen grains ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ഓക്കെ. ഇനി ഓട്ടോഗമി, സീനോഗമി, ഗേറ്റോണോഗമി. ഗേറ്റോണോഗമി അറിയാലോ, 3 തരത്തിലുള്ള പോളിനേഷൻ. വേഗം പറഞ്ഞു. ഓട്ടോഗമി എന്താ? ഓട്ടോ സെൽഫ് പോളിനേഷൻ ആണ് അല്ലേ? സെയിം ഫ്ലവർ ആണ് ഓട്ടോഗമി. സെയിം ഫ്ലവറിന്റെ ആന്തറിൽ നിന്ന് സെയിം ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലോട്ട് പോകും. സെയിം ഫ്ലവർ ആണെങ്കിൽ ഓട്ടോഗമി. സെയിം ഫ്ലവർ അല്ല, പക്ഷെ സെയിം പ്ലാന്റ് ആണെങ്കിലോ? ഇത് 2 സെയിം പ്ലാന്റ് ആണ്. അപ്പൊ അതേതായി? ഗേറ്റോണോഗമി. ശരിയല്ലേ? ഇനി വേറെ വേറെ പ്ലാന്റ് തന്നെയാണെങ്കിൽ അതെന്തായി? ഇതിൽ ഏത് അഡ്വാൻറ്റേജ്? എവല്യൂഷൻ ബേസിസിൽ നോക്കുമ്പോ വിച്ച് വൺ ഈസ് ബെറ്റർ? എവല്യൂഷൻ. സീനോഗമി അല്ലേ? കാരണം എന്താ? വേരിയേഷൻസ് വരണം. 2 പേരും ജനറ്റിക്കലി ഡിഫറെന്റ് ആണെങ്കിലേ എന്ത് വരുള്ളൂ? വേരിയേഷൻ വരുള്ളൂ. ഗേറ്റോണോഗമി എന്ന് പറയുന്നത് പറയുമ്പോ അതെന്താണ്? വേറെ വേറെ ഫ്ലവർ ആണ്, പക്ഷെ ജനറ്റിക്കലി സെയിം അല്ലേ? ഒരേ പ്ലാന്റ് അല്ലേ? മനസ്സിലായോ? ഇനി അടുത്തത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സും കാസ്മോഗാമസ് ഫ്ലവേഴ്സും. CL ക്ലീ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. ക്ലീ ക്ലോസ്ഡ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കാം. ഫുൾ ടൈം ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഓപ്പൺ ആവാത്ത ഫ്ലവേഴ്സ് ആണ് ആര്? ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. 3 പേര് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ആരൊക്കെയാ? വയോള, ഓക്സാലിസ് ആൻഡ് കമലീന. ശരിയല്ലേ? ഞാൻ റെഡിൽ കൊടുത്തിരിക്കുന്നത്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിന്റെ പ്രത്യേകത എന്താ? അവരിൽ ഇതിൽ ഏത് പോളിനേഷൻ ആയിരിക്കും നടക്കുക? ഇതിലേത് പോളിനേഷൻ അവരിൽ നടക്കുക? ഇവര് ഫുൾ ടൈം ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആ. ഇവര് ക്ലോസ്ഡ് ആണ്. ഇവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആന്തറിനെ ഒന്നും പുറത്തോട്ട് പോകാനേ പറ്റില്ല. ഒക്കെ ഉള്ളിൽ തന്നെയാ നിൽക്കുക. അപ്പൊ ഏത് ഫെർട്ടിലൈസേഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക? ഓട്ടോഗമി. ഇവർക്ക് ഓട്ടോഗമി മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഗേറ്റോണോഗമി നടക്കാൻ പറ്റില്ല. കാരണം ഫ്ലവർ ക്ലോസ്ഡ് ആ.
പിന്നെ എങ്ങനെയാ വേറെ ഫ്ലവറിലോട്ട് പോവാ? മനസ്സിലായോ? ഇവർക്ക് പോളിനേറ്റിംഗ് ഏജൻസിന്റെ ആവശ്യമില്ല. ഇവര് എന്താണ് ഇൻവാരിയബിളി ഓട്ടോഗാമസ് ആണ്. അവർ ഓട്ടോഗാമസ് ആണ്, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എഷ്വേർഡ് സീഡ് സെറ്റ് ആണ്. ആരില്ലെങ്കിലും ഇവർക്ക് എന്താണ് സീഡ് ഫോം ചെയ്യാം. കാരണം എന്താ? ആരും ഇല്ലെങ്കിലും വേണ്ടില്ല, ഇവര് ഒറ്റ ഫ്ലവറിന്റെ ഉള്ളിൽ അടച്ചിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും എന്ത് നടക്കാം? പോളിനേഷൻ നടക്കാം. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഏജന്റ്സ് ഓഫ് പോളിനേഷൻ, അബയോട്ടിക്കും ബയോട്ടിക്കും, ഇതിലേതാ കോമൺ? അബയോട്ടിക് ആണോ ബയോട്ടിക് ആണോ കൂടുതലും കാണുന്നത്? എനിക്കറിയാം നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവിലൊക്കെ പലതും പഠിച്ചിട്ടുണ്ടോ? MCQ വരുമ്പോ ഏതാ കൂടുതല്? ബയോട്ടിക്. ബയോട്ടിക് ആണ് കൂടുതല്. മെജോറിറ്റി പ്ലാന്റ് യൂസ് ചെയ്യുന്നത് ബയോട്ടിക് ആണ്. എബയോട്ടിക് എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത സാധനങ്ങൾ, വിൻഡും വാട്ടറും. ഇതിലേതാ കോമൺ? വിൻഡ്. വിൻഡ്. എബയോട്ടിക്കിൽ കൂടുതൽ വിൻഡ്. ബയോട്ടിക്കിൽ കൂടുതൽ ആരാ? ബയോട്ടിക് എന്ന് പറയുമ്പോൾ ഇൻസെക്ട്സ്. ഇൻസെക്റ്റിൽ കൂടുതൽ ആരാ? ഹണി ഉണ്ടാക്കുന്ന ആള് ബീസ്. ഓക്കെ. സോ മോർ കോമൺ ആണ് വിൻഡ് പോളിനേറ്റിംഗ് ഏജൻസ്. ഇനി പഠിക്കുമ്പോഴുണ്ടല്ലോ, കഴിഞ്ഞ വർഷവും ചോദിച്ചിരുന്നു തോന്നുന്നുണ്ട്, വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിന് കാണിക്കുന്ന കുറച്ച് അഡാപ്റ്റേഷൻസ് ഉണ്ട്. വിൻഡ് പോളിനേറ്റിംഗ് അത് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവില്? അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഹെൽപ്ഫുൾ. വിൻഡ് പോളിനേറ്റേഷൻ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ഓർത്ത് വെക്കാം. പോളൻ ഗ്രെയിൻസ് വിൻഡിലൂടെ പോണം, കാറ്റത്ത് പറന്നു പോണം. അപ്പൊ പോളൻ ഗ്രെയിൻസ് എങ്ങനെയുള്ളതായിരിക്കും? ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ലൈറ്റ് ആയിരിക്കും, നോൺ സ്റ്റിക്കി ആയിരിക്കും. അവിടെ ഇവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കരുത്, കാറ്റത്ത് പറന്നു പോകേണ്ട ആൾക്കാരാണ്. സോ പോളൻ ഗ്രെയിൻസ് ലൈറ്റ് ആയിരിക്കും, നോൺ സ്റ്റിക്കി ആയിരിക്കും. സ്റ്റേമൻ വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും. കാരണം എന്താ? ആന്തർ ഡെഹിസ് ചെയ്യുമ്പോ പോളൻ ഗ്രെയിൻസ് എല്ലാം വിൻഡിലേക്ക് പോണം. അപ്പോ ഈസി ആയിട്ട് എന്താണ് ഇതിനെ ഡിസ്പേഴ്സ് ചെയ്യണമെങ്കിൽ സ്റ്റേബിൾ നല്ല എക്സ്പോസ്ഡ് ആയിരിക്കണം. ഫെദറി സ്റ്റിഗ്മ ആയിരിക്കണം. സ്റ്റിഗ്മ, അതായത് ഇനി ഗേൾസിനെ നോക്കുവാണെങ്കിൽ വരുന്ന പോളൻ ഗ്രെയിൻസിനെ ട്രാപ്പ് ചെയ്യാൻ രീതിയിൽ ഇവര് നല്ല ഫെദറി ആയിട്ട് നിൽക്കുന്നുണ്ടോ? സാധാരണ രീതിയിൽ ഓഫൺ ഹാവ് സിംഗിൾ ഓവ്യൂൾ ഇൻ ദ ഓവറി. ഒരു ഓവറിയില് ഓവ്യൂളുടെ എണ്ണം ഒന്നോ കൂടുതലോ ഒക്കെ ആവാം. പക്ഷെ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ കൂടുതലും ഒരു ഓവറിയിൽ ഒരു ഓവ്യൂൾ എന്നുള്ള രീതിയിലായിരിക്കും. അതുപോലെ ഫ്ലവേഴ്സ് എല്ലാം ഒരുമിച്ച് നിന്ന് ഇൻഫ്ലോറസൻസ് ആയിട്ടായിരിക്കും കാണാം. ഓക്കെ. അതായത് ഒരുമിച്ച് എല്ലാവരും ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്ലവേഴ്സ് ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നുണ്ടാവും. അതിന് എക്സാമ്പിൾ ആണ് കോൺ കോബ്. നമ്മൾ കഴിക്കുന്ന സ്വീറ്റ് കോൺ ഒക്കെ ഇല്ലേ, അതിൽ കുറെ നമ്മൾ കഴിക്കുമ്പോ കുറെ ഇങ്ങനെ നാരുകൾ പോലെ കാണാറില്ലേ, ടാസിൽസ്. അതെന്താന്ന് പറയുന്നത്? സ്റ്റിഗ്മി സ്റ്റൈലും ആണെന്നാണ് പറയുന്നത്. ഈ വരുന്ന പോളൻ ഗ്രെയിൻസിനെ ട്രാപ്പ് ചെയ്യാൻ. ഇത് കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടാസൽസ് ഇൻ കോൺകോബ് ഈസ് ഫോർ വാട്ട്? ടു ട്രാപ്പ് ദ പോളൻ ഗ്രെയിൻസ്. വിൻഡ് പോളിനേഷൻ കൂടുതലും കാണുന്നത് ഗ്രാസസിന്റെ ആൾക്കാരുടെ ഇടയിലാണ്. ഇനി വാട്ടർ പോളിനേഷൻ റെയർ ആണ്. ഓക്കെ. നമ്മൾ വിചാരിക്കും എല്ലാ വാട്ടർ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ വാട്ടർ എന്താണ് അക്വാറ്റിക് പ്ലാന്റ്സിലും വാട്ടർ പോളിനേഷൻ ആണ് നടക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, റെയർ ആണിത്. ആകെ 30 ജനറ മാത്രമാണ് ഇത് കാണിക്കുന്നത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ടർ പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിന് 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വാലിസ്നേറിയ, ഹൈഡ്രില്ല, സോസ്ട്ര. ഇത് 3ഉം വാട്ടർ പോളിനേറ്റഡ് ആണ്. എന്നാൽ മറ്റ് 2 അക്വാറ്റിക് പ്ലാന്റ്സ് വാട്ടർ ഹയാസിന്തും വാട്ടർ ലില്ലിയും, ഇവര് വാട്ടർ എന്ന് കേട്ട് വാട്ടർ ആൾക്കാരാണെന്ന് വിചാരിക്കരുത്. അക്വാറ്റിക് ആണ് ഇവരുടെ പോളിനേഷൻ മോഡ് എന്ന് വിചാരിക്കരുത്. അവരുടെ പോളിനേഷൻ എന്താ? ഇൻസെക്റ്റോ വിൻഡോ വഴിയാണ്. ചോദിക്കാറുണ്ട്. കാരണം ഇവരുടെ ഫ്ലവർ എന്ന് പറയുന്നത് വാട്ടർ ലെവലിന് മുകളിലാണ് നിൽക്കുന്നത്. വെള്ളത്തിൽ നിൽക്കുവാണെങ്കിൽ ഓക്കെ, വെള്ളത്തിൽ കൂടെ പോവാമായിരുന്നു. പക്ഷെ ഫ്ലവർ വെള്ളത്തിന് മുകളിലേക്കാണ് എന്താണ് എമർജ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ പോളിനേഷൻ അല്ല ഇവർക്ക് നടക്കുന്നത്, ഇൻസെക്റ്റോ വിൻഡോ ആണ്. പിന്നെ മിക്കപ്പോഴും ഈ പോളൻ ഗ്രെയിൻ വെള്ളത്തിലോട്ട് വീഴുവല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിലാജീനസ് കവറിംഗ് ഒക്കെ കാണും. അതേപോലെ തന്നെ അബയോട്ടിക് ഏജന്റ്സ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സില് വളരെ കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സോ പിന്നെന്താ നെക്ടാറോ ഒന്നും കാണുന്നില്ല. കാരണം ഈ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും നെക്ടാറും ഒക്കെ വരുന്നത് പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വിൻഡും വാട്ടറൊക്കെ ആണെങ്കിൽ ദേ ഡോണ്ട് ഹാവ് ടു അട്രാക്ട് എനിബഡി.
അതിന് വേണ്ടിയിട്ട് they don't have എന്താണ് ഫ്ലവേഴ്സ് ഓർ കളർഫുൾ ഫ്ലവേഴ്സ് ഓർ നെക്ടാറോ ഒന്നുമില്ല. റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല ഇവർക്കാർക്കും. ഓക്കെ, ബയോട്ടിക് പോളിനേഷൻ നോക്കുക, ഓർഗാനിസംസ് ആണ്. എമംഗ് ദി ആനിമൽസ്, ആനിമൽസിൽ തന്നെ ഇൻസെക്ട് ആണ് കൂടുതൽ, അതിൽ തന്നെ ബീസ് ആണ് ഡോമിനന്റ് ആയിട്ട് വരുന്നത്. ബി ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് കഴിഞ്ഞ കൊല്ലം ചോദിച്ചിരുന്നു, ഈ ലാർജ് കളർഫുൾ ഫ്രാഗ്രന്റ് റിച്ച് നെക്ടാറുള്ള ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് പോളിനേഷൻ നടക്കുന്ന ഫ്ലവേഴ്സിലാണ്? ഇൻസെക്ട് പോളിനേഷൻ ആണ്. ഓക്കെ, ഫ്ലൈസും ബീറ്റിൽസും ആണെങ്കിൽ, ഫ്ലൈസ് ഒക്കെ ആണെങ്കിൽ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ? ഫൗൾ ഓർഡേഴ്സ് ആണ്. നോക്ക്, ഫൗൾ ഓർഡേഴ്സ് ആണ് അവർക്ക് വേണ്ടത്, അവർ അട്രാക്ട് ചെയ്യാൻ. ഫ്ലൈസും ബീറ്റിൽസ് ഒക്കെ ആണെങ്കിൽ ഈ വരുന്ന പോളിനേറ്റിംഗ് ഏജൻസിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് റിവാർഡ്സ് ഒക്കെ കൊടുക്കണം. കൊടുക്കുന്ന റിവാർഡ്സ് നെക്ടാറും പോളൻ ഗ്രെയിൻസും ആണ്. ഇനി ചില റിവാർഡ് എന്ന് പറയുന്നത് ചില ഫ്ലവേഴ്സ് എഗ് ലേ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കും. ഓക്കെ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇവർ തമ്മിലുണ്ട്, ഒരു മോത്തും യൂക്ക എന്ന് പറയുന്ന പ്ലാന്റും തമ്മില്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരില്ലെങ്കിൽ ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ആർ ദ ഫോളോയിങ് പ്ലാന്റ് ഹാസ് എ എന്താണ് റിലേഷൻഷിപ്പ് വിത്ത് എ മോത്ത് that it cannot complete their life cycle without each other? യൂക്ക എന്ന് പറയുന്ന പ്ലാന്റ്. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ, കഴിഞ്ഞ കൊല്ലത്തെയാണ്. ലാർജ് കളർഫുൾ ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ് വിത്ത് നെക്ടർ ആർ സീൻ ഇൻ. ഏത് പോളിനേഷനിലാണ് വളരെ വലിയ ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ് ഒക്കെ കാണുന്നത്? ഞാനിപ്പോ തന്നെ പറഞ്ഞു, ഏതാണ്? ഇൻസെക്ട്. കോൺ കോബിലെ ടാസിൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ കഴിക്കുന്ന കോണിന്റെ കുറെ വള്ളി നാരൊക്കെ കണ്ടിട്ടില്ലേ? അത് എന്തിനു വേണ്ടി? അത് സ്റ്റൈലും സ്റ്റിഗ്മയാണ്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു ട്രാപ്പ് ദി pollen grains. Identify the incorrect statement about related to pollination. ഭയങ്കര വെയിറ്റേജ് ആണ് കേട്ടോ ഈ ഭാഗത്തിനുള്ളത്. Pollination by wind is more common among abiotic. ശരിയല്ലേ? Flowers produce foul odors to attract flies and beetles. ശരിയാണ്, ഫൗൾ ഓർഡർ ആണ്. മോത്തും ബട്ടർഫ്ലൈയും ആണ് ഇൻസെക്റ്റില് ഡോമിനേറ്റ് ചെയ്യുന്നത്. ശരിയാണോ? ബീസ് അല്ലേ? ബീസ് അല്ലേ ഡോമിനേറ്റ് ചെയ്യുന്നത്? ഇൻസെക്റ്റിൽ തന്നെ ഡോമിനേറ്റ് ചെയ്യുന്നത് ബീസ് ആണ്. Pollination by water is quite rare. ശരിയാണ്. Cleistogamous flowers are invariable autogamous. ശരിയാണ്. ക്ലോസ്ഡ് ആണ്, അവർ ഫുൾ ഓട്ടോഗാമസ് ആണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ ആക്ച്വലി നോക്കുവാണെങ്കിൽ? കാരണം എന്താ? ക്രോസ് പോളിനേഷൻ നടക്കില്ല. ക്രോസ് പോളിനേഷൻ നടന്നില്ലെങ്കിൽ ജനറ്റിക് വേരിയേഷൻ വരില്ല. ശരിയല്ലേ? ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് pollen grains from anther to stigma of different plant. വേറെ വേറെ പ്ലാന്റ് ആണെങ്കിൽ ഏതാ? ടിപ്പിക്കൽ എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിൽ എത്ര ന്യൂക്ലിയസ്, എത്ര സെല്ല്? 7. ഓക്കെ, മാസങ്ങളോളം വയബിലിറ്റി ഉള്ള pollen grains ആർക്കാണെന്ന്? റൊസാസി, ലെഗുമിനോസി, സോളാനേസി. ഓക്കെ, ഈ പൊയാസി എന്ന് പറയുന്ന ആളില് ബീറ്റ് വരും. ബീറ്റ് നമ്മൾ കണ്ടു 30 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ. ബോഡി ഓഫ് ഓവ്യൂൾ ഈസ് ഫ്യൂസ്ഡ് വിത്ത് ഫ്യൂണിക്കൽ അറ്റർ. ആ ഒവ്യൂളും ആ സ്റ്റോക്കും തമ്മിലുള്ള ജംഗ്ഷനെ പറയുന്ന പേരെന്താണ്? ഈ ജംഗ്ഷൻ വാട്ടർ ഹെയർസ് എന്തിലും വാട്ടർ ലിലിയിലും. വാട്ടർ എന്ന് കണ്ട് നേരെ വാട്ടർ പോളിനേഷൻ ആണെന്ന് വിചാരിക്കരുത്. അവരുടെ പോളിനേഷൻ എന്താ? ഇൻസെക്ട് ഓർ വിൻഡ്. മോത്തുമായിട്ട് റിലേഷൻഷിപ്പ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് ആരാ? മോത്തിനോട് പറയുന്നത് ആരാ? യൂക്ക. ഓക്കെ, pollen grains സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ലിക്വിഡ് നൈട്രജൻ ഏത് ടെമ്പറേച്ചർ ആണെന്ന്? -196. pollen grains ഫോസിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആരുള്ളത് കൊണ്ടാണ്? ഒരു വളരെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ ഉള്ളത് കൊണ്ടാണ്. ആരത്? ഓക്കെ, ഇത് രണ്ടും വിൻഡ് പോളിനേഷന്റെ അഡാപ്റ്റേഷൻ ആണ്. അത് പഠിക്കുക കേട്ടോ. ഇൻഫ്ലോറസൻസ് കാണുന്നത്. അട്രാക്റ്റന്റും റിവാർഡ്സും വേണ്ടി വരും ആർക്കാണ്? ക്ലീസ്റ്റോകെമിക്ക് പോളിനേറ്റിംഗ് ഏജന്റ് വേണ്ട, അവർ ക്ലോസ്ഡ് ആണ്. ആനിമോഫിലി. ആനിമോഫിലി ഏതാണെന്നറിയോ? ആനിമോഫിലി എന്ന് കേട്ടത് ആനിമൽ ആണെന്ന് വിചാരിക്കണ്ട. ആനിമൽ അല്ല, വിൻഡ് ആണ്. ആനിമോഫിലി ആനിമൽ അല്ല, വിൻഡ് ആണ്. ആനിമോഫിലി ഈസ് വിൻഡ് പോളിനേഷൻ. അതിനൊപ്പം അട്രാക്ട് ചെയ്യണോ ആരെങ്കിലും? വേണ്ട. എൻഡോമോഫിലി ഇൻസെക്ട്. എൻഡോമോഫിലി ഇൻസെക്ട് പോളിനേഷൻ ആണ്. ഹൈഡ്രോഫിലി വാട്ടർ. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ഇനി അടുത്തത് ഡൈഷ്യസ് മോണീഷ്യസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം.
ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ. നാളെ മിക്കതും ഈ ചാപ്റ്റർ തീർത്തിട്ട് ഐ വിൽ ട്രൈ ടു സ്റ്റാർട്ട് എന്താണ് ബയോടെക്നോളജി. കാരണം ഇനിയുള്ള സീഡും മറ്റു കാര്യങ്ങളും നമ്മൾ മോർഫോളജിയിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. സോ ഐ വിൽ ട്രൈ ടു സ്റ്റാർട്ട്